സ്തോത്രം. ഈ രാത്രികാലം ചില നിമിഷങ്ങൾ കൂടെ ഒരുമിച്ച് നമുക്ക് ദൈവത്തിന്റെ വചനം ചിന്തിക്കാം. ഒരുമിച്ച് തന്നെ ദൈവത്തിന്റെ വചനം നമുക്ക് പങ്കുവയ്ക്കാം. സ്തോത്രം. ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെ ദൈവമുമ്പാകെ ആയിരിക്കാം. ഒരിക്കലും ദൈവാസൻ എന്നോട് പറഞ്ഞ ഒരു കാര്യം, പാസ്റ്ററെ, എനിക്ക് ഒരു വാക്യം കിട്ടിക്കഴിഞ്ഞാൽ ഞാനതിനെ വലിച്ചുകീറി എറിഞ്ഞു കൊടുക്കും. ഇത് പറഞ്ഞ അദ്ദേഹം ഒരു വചനം വെളിപ്പെട്ട് കിട്ടിയാൽ അദ്ദേഹം അതിനെ വ്യാഖ്യാനിച്ചോ അല്ലെങ്കിൽ അർത്ഥം പറഞ്ഞോ ജനത്തിന് എറിഞ്ഞു കൊടുക്കും എന്ന് ഒരു വാക്ക് എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ ജീവനുള്ള അപ്പമാകുന്ന ക്രിസ്തു അവനെ ദേഷ്യത്തോടെ വലിച്ചു കീറി കൊടുക്കുവാനുള്ള ഒന്നല്ല. ദൈവത്തിന്റെ വചനം ഭക്ഷിക്കേണ്ടത് അത് പ്രാർത്ഥനയോടെ, ഭയഭക്തിയോടെ, ഒരു ശകലം ഒന്ന് അടർത്തിയെടുത്ത് അതിൽ നിന്ന് ഒരു ശകലം എടുത്ത് വാക്യകത്തേക്ക് ഇട്ട് അല്ലെങ്കിൽ ചിന്തയിലേക്ക് ഇട്ട് അതിനെ അയവിറക്കി അല്ലെങ്കിൽ നുണഞ്ഞിറക്കിയാണ് ദൈവത്തിന്റെ വചനത്തെ ഭക്ഷിക്കേണ്ടത്. എത്രത്തോളം ചെറുതായി നുറുക്കപ്പെടുന്നോ അത്രത്തോളം രുചി നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. നാം പാചകം ചെയ്യുമ്പോൾ നമ്മുടെ കറിയില് ഉപ്പുണ്ട് നോക്കുവാൻ ഒരു പാത്രം നാം കഴിക്കാറില്ല. അതിനൊരു ശകലം എടുത്ത് അതിന് നാക്കിന്റെ മുമ്പിൽ വെച്ച് ശകലിച്ച് അതിനെ ഉള്ളിലേക്ക് ഇറക്കുമ്പോൾ മാത്രമേ രുചി അറിയാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന്റെ വചനം അങ്ങനെയാണ്. കർത്താവായ യേശുക്രിസ്തു മർക്കോസിന്റെ മാളിൽ വെച്ച് അപ്പമെടുത്ത് അവൻ സ്തോത്രം ചൊല്ലി നുറുക്കി ശിശുമാർക്ക് കൊടുത്തു. നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം എന്ന് പറഞ്ഞു നുറുക്കി കൊടുത്തു. അപ്പൊ ദൈവത്തിന്റെ വചനം നാം നുറുക്കി ഭയത്തോടെ, ഭക്തിയോടെ ഭക്ഷിക്കേണ്ട ഒന്നാണ്. അതൊരിക്കലും ശാഠ്യത്തോടെയോ വലിച്ചുകീറിയോ ദേഷ്യത്തോടെയോ ചെയ്യേണ്ടുന്ന ഒന്നല്ല എന്ന് കാണുവാൻ കഴിയും. ആ ദൈവത്തിന്റെ വചനത്തെ ഇത് നമുക്ക് ഒരുമിച്ച് സ്തോത്രം നുറുക്കി ഭക്ഷിക്കുവാൻ സാധ്യമായി തീരട്ടെ. അലർച്ചകളോ പിടികളോ ഉണ്ടായിരിക്കുകയില്ല. സ്തോത്രം. ശാന്തമായി മാത്രമേ ദൈവത്തിന്റെ വചനം ചിന്തിക്കുകയുള്ളൂ. എല്ലാവരും ശ്രദ്ധയോട് മാത്രം ഇരുന്ന് വചനം കേൾക്കുക. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നാം വായിച്ച സങ്കീർത്തനം വളരെ സന്തോഷം പകരുന്ന സങ്കീർത്തനമാണ്. കാരണം അതിന്റെ സന്ദർഭം നമുക്കറിയാം. നമ്മുടെ ഈ മേഖലകളിലൊക്കെ വിവാദം നടക്കുമ്പോൾ വായിക്കപ്പെടുന്ന ഒരു സങ്കീർത്തനമാണ് 45-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. യഹൂദ പാരമ്പര്യം അനുസരിച്ചും വിവാഹവുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ഒരു സങ്കീർത്തനമാണ് 45-ാം സങ്കീർത്തനം. അപ്പോൾ അതിന്റെ ഒരു വാക്യമാണ് നാം ഇന്ന് ഈ രാത്രികാല ചിന്തയ്ക്കായിട്ട് വായിച്ചിരിക്കുന്നത്. വിവാഹം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള, സന്തോഷമുള്ള, ആനന്ദം പകരുന്ന ഒന്നാണെന്ന് കാണുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവും സഭയാകുന്ന മണവാട്ടിയും തമ്മിൽ ഒരു വിവാഹമുണ്ടെന്ന് അറിയുവാൻ കഴിയും. അപ്പൊ നാം വീണ്ടെടുക്കപ്പെട്ട ദൈവജനം അല്ലെങ്കിൽ വിശുദ്ധ സഭ, സഭയാകുന്ന മണവാട്ടി, കാന്തനാകുന്ന ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട മണവാട്ടിയാണെന്ന് കാണുവാൻ കഴിയും. യഹൂദ പാരമ്പര്യം അനുസരിച്ച് വിവാഹത്തിന് വളരെ പ്രാധാന്യമുണ്ട്. മാത്രമല്ല ധാരാളം ചടങ്ങുകളും ആചാരങ്ങളും കാണുവാൻ കഴിയും. നമ്മുടെ ഇന്ത്യയിലേക്കാൾ അല്ലെങ്കിൽ മറ്റ് മതങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ആചാരമുള്ളത് യഹൂദനാണ്. അതില് അവന്റെ വിവാഹപ്രായം അല്ലെങ്കിൽ അവന്റെ അച്ചാര സമയം എന്ന് പറയുന്നത് അവന്റെ മതവിദ്യാഭ്യാസം 14-15 വയസ്സ് കഴിയുമ്പോൾ ഒരു ആൺകുട്ടിയുടെ മതവിദ്യാഭ്യാസം കഴിയും. ആ കാലയളവിലാണ് വിവാഹ നിശ്ചയം നടത്തപ്പെടുന്നത്. അപ്പോൾ പെൺകുട്ടിക്ക് 13, 12, 14 വയസ്സായി. ആ സമയത്താണ് ഈ രണ്ടുപേർ തമ്മിലുള്ള വിവാഹ നിശ്ചയം യഹൂദ പാരമ്പര്യം നടത്തപ്പെടുന്നത്. ഇനി യഹൂദ പാരമ്പര്യം അനുസരിച്ച് വിവാഹം എല്ലാവരെയും ആചാരം ചെയ്യുവാൻ, വിവാഹം കഴിക്കുവാൻ വചനം വ്യവസ്ഥ പറയുന്നില്ല. നമുക്കറിയാം, സ്തോത്രം, അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിന് വിവാഹ നിശ്ചയം കഴിക്കേണ്ട സമയമായപ്പോൾ ഇളയാസനെ വിളിച്ചു പറഞ്ഞു, നീ ഈ പരിസരത്തുള്ള അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള ഈ അടുത്തുള്ള ആരിൽ നിന്നും എന്റെ മകൻ ഇസ്ഹാക്കിന് ഭാര്യ എടുക്കരുത്. പകരം എന്ത് ചെയ്യണം? നീ 16 പോകണം. സ്തോത്രം, അവിടെ എന്റെ ചാർച്ചക്കാരുണ്ട്, അവിടെ നിന്ന് മാത്രമേ എന്റെ മകന് ഭാര്യ എടുക്കാവൂ. ഇസ്ഹാക്ക് തന്റെ മകനായി യാക്കോബിന് വിവാഹം നിശ്ചയം കഴിക്കുമ്പോഴും
അവൻ യാക്കോബ് പറഞ്ഞ എങ്ങനെയാണ്, നീ ഒരിക്കലും ഇവിടെ നിന്ന് വിവാഹം കഴിക്കരുത്, നീ മടങ്ങിപ്പോയി, നമുക്ക് സ്വദേശമുണ്ട്, സ്വന്തം ജനമുണ്ട്, അവിടെ പോയി ചാർച്ചക്കാരെന്ന് മാത്രമേ നീ വിവാഹത്തിന് ഒരു പെൺകുട്ടിയെ നോക്കാവൂ, അച്ചാരം കഴിക്കാവൂ. അപ്പോൾ എല്ലാവരെയും വിവാഹം കഴിക്കുവാൻ വ്യവസ്ഥയില്ല യഹൂദ നിയമം അനുസരിച്ച്. അവൻ അടുത്തുള്ളതിന് എത്ര സുന്ദരി എന്ന് പറഞ്ഞാലും എത്ര തെൻകെട്ട് എന്ന് പറഞ്ഞാലും ശരി, ഒരിക്കലും അവൻ വിവാഹം കഴിക്കാൻ പാടില്ല. സ്വന്തം ജനത്തിന് മാത്രമേ വിവാഹം കഴിക്കുവാൻ പെൺകുട്ടിയെ തിരഞ്ഞെടുക്കാവൂ. ഒരു വാക്യം വായിക്കാം. അവൻ ലേവ്യ പുസ്തകം 21-ാം അധ്യായം 13-14 വാക്യം വായിക്കുമ്പോൾ അവിടെ അഭിഷേകം ചെയ്യപ്പെട്ട മഹാപുരോഹിതൻ ആരെ മാത്രം വിവാഹം കഴിക്കാവൂ എന്ന് അവൻ മോശ നിമിത്തം യഹോവയായ ദൈവം കൊടുത്തൊരു കൽപ്പന കാണുവാൻ കഴിയും. ലേവ്യ പുസ്തകം 21-ാം അധ്യായം 13-14 വാക്യം. കന്യകയായ സ്ത്രീയെ മാത്രമേ അവൻ വിവാഹം കഴിക്കാവൂ. വിധവ, ഉപേക്ഷിക്കപ്പെട്ടവൾ, ദുർനടപ്പുകാരത്തി, വേശ്യ ഇങ്ങനെയുള്ളവരെ അവൻ വിവാഹം കഴിക്കരുത്. സ്വജനത്തിലുള്ള നോക്കുക, അഭിഷേകം തലയിൽ വീണ പുരോഹിതനായിരിക്കുന്നവൻ ഈ പറഞ്ഞ വിധവയെയോ ഉപേക്ഷിക്കപ്പെട്ടവളെയോ ദുർനടപ്പുകാരിയോ വേശ്യയായിരിക്കുന്ന വിവാഹം കഴിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവൻ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്, അവൻ വിശുദ്ധനാണ്, അവൻ ദൈവത്തിൻ്റെ ആലോചന നേരിട്ട് പ്രാപിക്കുന്നവനാണ്. അതുകൊണ്ട് അവൻ ഇപ്രകാരമുള്ള ഒരു ബന്ധവും പാടില്ല. അവൻ സ്വന്തം ജനത്തിൽ നിന്ന് കന്യകയെ മാത്രം വിവാഹം കഴിക്കാവൂ. അപ്പോൾ യഹൂദൻ്റെ പാരമ്പര്യമനുസരിച്ച് അവൻ്റെ സ്വന്തം ജാതിയിൽ നിന്ന് മാത്രമേ അവൻ വിവാഹം കഴിക്കുവാൻ വ്യവസ്ഥയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ആൺകുട്ടിയുടെ പ്രായം 14-15 വയസ്സായിരിക്കും, പെൺകുട്ടിയുടെ പ്രായം 12-13 വയസ്സായിരിക്കും. അപ്പോൾ ഇവരെ അച്ചാരം ചെയ്യുമ്പോൾ അമേൻ സ്തോത്രം, അച്ചാരം ചെയ്യുന്നതിന് വേണ്ടി അമേൻ വരുന്ന പയ്യൻ അമേൻ സ്തോത്രം കാന്തൻ അല്ലെങ്കിൽ മണവാളൻ മണവാട്ടിക്ക് മോതിരം അണിയിക്കണം. മാത്രമല്ല വിശേഷപ്പെട്ട തയ്യലോട് കൂടിയ ഒരു വസ്ത്രം, ഒരു ശിരോവസ്ത്രം കൂടെ കൊടുക്കണം. അതുകൂടാതെ അവൻ്റെ പ്രാപ്തിക്കനുസരിച്ച് കുറച്ച് പണം കൂടെ ഈ പെൺകുട്ടിക്ക് അങ്ങോട്ട് കൊടുക്കണം. ഒന്ന് കരമുച്ചാട്ടെ. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. അപ്പോൾ അച്ചാരം കഴിയുമ്പോൾ യഹൂദ പാരമ്പര്യം അനുസരിച്ച് അവൻ ഈ വരുന്ന വരൻ പെൺകുട്ടിക്ക് അവൻ സ്തോത്രം മോതിരമണിയിക്കണം, വിശേഷപ്പെട്ട വസ്ത്രം കൊടുക്കണം. മാത്രമല്ല അവൻ്റെ പ്രാപ്തിക്കനുസരിച്ച് അവൻ പണം കൊടുക്കണം, ദ്രഹ്മ കൊടുക്കണം. അവൻ നമുക്കറിയാം, നാം ലൂക്കോസ് വായിക്ക് കാണുവാൻ കഴിയും, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടെന്നിരിക്കട്ടെ, അതിലൊന്ന് നഷ്ടമായി പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് മുഴുവൻ അടിച്ചു വാരി ആ ഒരു ദ്രഹ്മ കണ്ടു കിട്ടുമ്പോൾ അവൻ അവളുടെ സുഹൃത്തുക്കളെയും ചാർച്ചക്കാരെയും വിളിച്ചു പറയും, വരിക, എനിക്ക് നഷ്ടപ്പെട്ട ദ്രഹ്മ കിട്ടിയിരിക്കുന്നു പറഞ്ഞ് ഒരുമിച്ച് സന്തോഷിക്കുവാൻ സാധ്യമായി തീരും. ഈ ദ്രഹ്മയുടെ പ്രത്യേകത, അടുത്തവളുടെ കാന്തൻ എന്ന് വരുന്നു, എന്ന് വിവാഹം കഴിയുന്നു, അന്നുവരെയും അവൾ മരണപര്യന്തം ഈ ദ്രഹ്മ പണം സൂക്ഷിച്ചു വയ്ക്കണം. ആമേൻ സ്തോത്രം. അതാണ് അവളുടെ ഉത്തരവാദിത്വം, അതാണ് അവളുടെ കടമ. ഒരു 10 ദ്രഹ്മ സൂക്ഷിച്ചു വയ്ക്കുവാൻ കഴിയാത്ത അവൾക്ക് ഒരിക്കലും തൻ്റെ കുടുംബത്തെ സൂക്ഷിക്കുവാൻ, പരിപാലിക്കുവാൻ കഴിയുകയില്ല എന്ന് യഹൂദൻ വിശ്വസിച്ചിരുന്നു. അപ്പോൾ അവളുടെ ജീവിതകാലം മുഴുവൻ ഈ ദ്രഹ്മ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിച്ചു വയ്ക്കണമായിരുന്നു. ഒന്ന് കരമുച്ചാട്ടെ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ എന്ന് പറയുന്നത് ദൈവം നമ്മുടെ കയ്യിൽ തന്ന ദാനങ്ങളാണ്. ആമേൻ സ്തോത്രം. ആ ദാനത്തെ, അല്ലെങ്കിൽ നാം ഭർത്താവായി തീരുമ്പോൾ, ഭാര്യയായി തീരുമ്പോൾ, അമ്മയായി തീരുമ്പോൾ, അമ്മാവിയായി തീരുമ്പോൾ, മരുമകളായി തീരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ ഉത്തരവാദിത്വങ്ങളും ഓരോ കടമകളും വന്നു ചേരാറുണ്ട്. ഈ ഉത്തരവാദിത്വങ്ങളും കടമകളും അതുപോലെ നിവർത്തിക്കുവാൻ നാം പ്രാപ്തരാണ്. ആമേൻ സ്തോത്രം. അത് ചെയ്യണമെന്ന് വചനം വ്യവസ്ഥ പറയുന്നുണ്ട്. അപ്പോൾ 10 ദ്രഹ്മ കിട്ടിക്കഴിഞ്ഞാൽ ഈ പെൺകുട്ടി തൻ്റെ ജീവിതാവസാനം വരെ അതിന് നഷ്ടപ്പെട്ടു പോകാൻ സൂക്ഷിച്ചു വയ്ക്കണം. അത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കരങ്ങളിൽ കിട്ടിയിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ തലമുറകളെ ആമേൻ സ്തോത്രം നാം ഓരോരുത്തരും ആമേൻ സ്തോത്രം അവസാനം, നമ്മുടെ ജീവിതാവസാനം വരെയും ആമേൻ വളരെ ശ്രദ്ധയോടെ പരിപാലിക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കുടുംബം ദൈവം നമുക്ക് നൽകിയ ദാനങ്ങളാണ്. ആമേൻ സ്തോത്രം. തലമുറകൾ ദൈവം നമുക്ക് നൽകിയ ദാനങ്ങളും അവകാശങ്ങളുമാണ്. ആമേൻ അവരെ ആമേൻ വചനപ്രകാരം സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയും ഉത്തരവാദിത്വമാണ് എന്ന് കാണുക. ഇതൊന്നും നഷ്ടപ്പെട്ടു പോകുവാൻ പാടില്ല. ആമേൻ സ്തോത്രം. അപ്പോൾ പെൺകുട്ടിയുടെ കയ്യിൽ വിവാഹമോതിരം അണിയിക്കണം, ആമേൻ വിശേഷപ്പെട്ട വസ്ത്രം കൊടുക്കണം, ആമേൻ സ്തോത്രം പണവും കൊടുക്കണം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം അന്ന് ഒരു ദിവസത്തെ കൂടിക്കാഴ്ചയോടെ ഇവർ പിന്നെ പിരിയുകയാണ്. ആമേൻ സ്തോത്രം. പിന്നെ ഇവർ തമ്മിൽ എന്ന് കാണുമെന്നോ, എന്ന് വിവാഹം നടക്കുമെന്നോ ആമേൻ സ്തോത്രം വരന്റെ പിതാവിനല്ലാതെ മറ്റാർക്കും അറിയുവാൻ കഴിയുകയില്ല. ഒന്ന് കരമുച്ചാട്ടെ. ഹല്ലേലൂയ.
ആമേൻ സ്തോത്രം മലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്ന കർത്താവേ, നിന്റെ വരവിനും ലോകാവസാനത്തിനും എന്തായിരിക്കും അടയാളം? ആമേൻ അതിന്റെ ആ സമയം എപ്പോഴാണ് എൻ്റെ ആമേൻ അവസാന നിമിഷം എന്ന് പറയുന്നത്? യേശു പറയുകയാണ് ആമേൻ സ്തോത്രം, ആ നാളും നാഴികയും സംബന്ധിച്ച് പിതാവിനല്ലാതെ പുത്രന് പോലും അത് അറിയുകയില്ല. ഒന്ന് കർമ്മവിച്ചാടെ ഹല്ലേലൂയ. ആമേൻ സ്തോത്രം, ആ നാളും നാഴികയും സംബന്ധിച്ച് പിതാവിനല്ലാതെ പുത്രന് പോലും അത് അറിയുകയില്ല എന്ന് യേശു ക്രിസ്തു പറയുകയാണ്. അപ്പൊ നോക്കുക, വിവാഹം നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ എന്ന് വിവാഹം നടക്കുമെന്ന് ആമേൻ സ്തോത്രം ആ വരന്റെ പിതാവിനല്ലാതെ മറ്റാർക്കും അറിയുവാൻ കഴിയുകയില്ല. ആമേൻ സ്തോത്രം നാം പറഞ്ഞു, ആമേൻ സ്തോത്രം നിശ്ചയ സമയത്ത് അവന്റെ പ്രായം 14-15 ആയിരിക്കും. ആമേൻ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം നോക്കുവാനുള്ള പ്രാപ്തി അവൻ ഉണ്ടായിരിക്കുകയില്ല. ആമേൻ സ്തോത്രം ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നാൽ അതിനെ കൂടെ പോറ്റുവാനുള്ള പ്രാപ്തി അവൻ ഉണ്ടായിരിക്കുകയില്ല, അല്ലെങ്കിൽ വരുമാന മാർഗം ഉണ്ടായിരിക്കുകയില്ല. ആമേൻ സ്തോത്രം അപ്പോൾ എന്തു ചെയ്യും? ആമേൻ സ്തോത്രം അവിടെ നോക്കുക, ഈ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ അവൻ വീട്ടിൽ പോയിട്ട് അവൻ വിവാഹം കഴിച്ച് കൊണ്ടുവരാൻ പോകുന്ന പെൺകുട്ടിക്കും തനിക്കും വേണ്ടി ഒരു മുറി അവൻ പ്രത്യേകം പണിയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നമ്മുടെയൊക്കെ നാട്ടിൽ 30 വയസ്സായിട്ട് ഇപ്പോഴും ആമേൻ സ്തോത്രം അമ്മയുടെ അപ്പൻ്റെ അടുത്ത് തന്നെയാണ്. ആമേൻ സ്തോത്രം എവിടെ നിന്നെങ്കിലും കുളിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ വീട് അന്വേഷിക്കുന്നത്, പിന്നീടാണ് ചിലവർ നോക്കുന്നത്, പിന്നെയാണ് ജോലി അന്വേഷിക്കുന്നത്, എങ്ങനെയാണ് ജോലി എന്നൊക്കെ. ആമേൻ സ്തോത്രം. പക്ഷേ യഹൂദ പാരമ്പര്യം അനുസരിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞ് പോയ പയ്യൻ അവൻ വെറുതെ ഇരിക്കുകയല്ല, അവന് ഒരു കുടുംബം നോക്കുവാൻ പ്രാപ്തി ഉണ്ടാകണം. അവൻ കൊണ്ടുവരുന്ന പെൺകുട്ടിയെ പോറ്റുവാൻ, താമസിപ്പിക്കുവാൻ, പാർപ്പിക്കുവാൻ ഒരു മുറി പ്രത്യേകം ഉണ്ടാകണം. ആമേൻ അപ്പനും അമ്മയും കിടക്കുന്നിടത്തൊരു സാരി വലിച്ചിട്ട് കിടക്കുവാൻ അവിടെ വ്യവസ്ഥയില്ല. ആമേൻ സ്തോത്രം അവർക്ക് പ്രത്യേകമായൊരു മുറി തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ 15 വയസ്സും 14 വയസ്സുള്ള പയ്യന്, ചെറുക്കന് വീട് കെട്ടാനുള്ള പണം ഇവിടെന്ത? ആമേൻ സ്തോത്രം. അതുകൊണ്ട് ആമേൻ അവൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അവൻ്റെ വീടിനടുത്ത് ഒലിവ് മലകളും ആമേൻ സ്തോത്രം ഒലിവ് തൈകളും കൊഴുന്തുമൊക്കെ നട്ടിട്ടുണ്ടായിരിക്കും. അതിനടുത്ത് അവന് ഷെഡ് കെട്ടി വയ്ക്കും. ഷെഡ് കെട്ടി വെച്ചിട്ട് വഴിയെ പോകുന്നവരെയൊക്കെ വിളിച്ച് അവൻ അതിനകത്തെ കയറ്റിയിട്ട് അവർക്ക് ആമേൻ സ്തോത്രം കുടിക്കുവാനുള്ള അവൻ വെള്ളങ്ങളും ആമേൻ സ്തോത്രം ചെറിയ ആഹാരങ്ങളും അപ്പവും അടയ്ക്ക് കൊടുക്കും. അബ്രഹാം ചെയ്തതുപോലെ അബ്രഹാം ഒരു മമ്മയുടെ തോപ്പിൽ നോക്കിയപ്പോൾ കണ്ടത് ആമേൻ സ്തോത്രം തൻ്റെ വീട്ടിൽ നിൽക്കുന്ന 3 പുരുഷന്മാരെ കണ്ടു. അബ്രഹാം ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞ് അവരെ സ്വീകരിച്ച് അത്തിയുടെ കീഴിൽ കൊണ്ട് ഇരുത്തിട്ട് പറയുക, നിങ്ങൾ ഇവിടെ ഇരിക്കണം, ഞാൻ നിങ്ങൾക്ക് കഴിക്കുവാൻ അല്പം ആഹാരം അടയുണ്ടാക്കി തരാം. ആമേൻ സ്തോത്രം യഹൂദ പാരമ്പര്യം അനുസരിച്ച് ആമേൻ സ്തോത്രം ഇങ്ങനെ വഴിയെ പോകുന്ന യഹൂദരെ വിളിച്ച് ആമേൻ സ്തോത്രം കൊണ്ടുവന്നിട്ട് അവർക്ക് ആമേൻ സ്തോത്രം വെള്ളവും ചെറിയ ആഹാരവും ഒക്കെ കൊടുത്ത് അവരെ തണുപ്പിക്കും. ആമേൻ സ്തോത്രം ഇങ്ങനെ വിവാഹ നിശ്ചയം കഴിയുന്ന ആമേൻ സ്തോത്രം ഈ പയ്യനെയും പെണ്ണിനെയും ആമേൻ സ്തോത്രം യഹൂദൻ വിളിക്കുന്ന ഒരു പേരുണ്ട്, രാജകുമാരനും രാജകുമാരിയും എന്ന്. ഒന്ന് കരമുവിച്ചാട്ടെ ഹല്ലേലൂയ. ആമേൻ സ്തോത്രം വിവാഹ നിശ്ചയം കഴിഞ്ഞ ആമേൻ സ്തോത്രം പെൺകുട്ടിയെയും ആമേൻ സ്തോത്രം പയ്യനെയും വിളിക്കുന്നത് രാജകുമാരനെന്നും രാജകുമാരിയും എന്നുമാണ്. ആമേൻ സ്തോത്രം ഈ പയ്യൻ ഇങ്ങനെ ചെയ്യുമ്പോൾ വെള്ളം കുടിച്ച അല്ലെങ്കിൽ ആഹാരം കഴിച്ച അല്പനേരം തണൽ വിശ്രമിച്ച് അവർ ചോദിക്കും, നീ ഒരു രാജകുമാരനാണല്ലേ എന്ന് പറഞ്ഞാൽ നീ വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹം കഴിക്കാൻ പോകുന്ന ഒരാളാണല്ലേ. അതുകൊണ്ടൊരു കാര്യം അവർ പോകുമ്പോൾ അവരുടെ പ്രാപ്തിക്കൊത്തവണ്ണം ചെറിയൊരു കൈമടക്ക് ഈ പയ്യന്റെ കയ്യിലും കൊടുക്കും. അവർക്കറിയാം കാരണം അവരും ഇത് അനുഭവിച്ചതാണ്. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ആമേൻ സ്തോത്രം ഈ പയ്യൻ ഉടനെ ആ പൈസയുമായിട്ട് ഓടി ആമേൻ സ്തോത്രം അമ്മയുടെ അടുക്കിലേക്ക് ചെല്ലും. ആമേൻ സ്തോത്രം അമ്മയുടെ ചെന്നിട്ട് അമ്മ എത്രയും പൈസ കിട്ടിയിട്ടുണ്ട്. ആമേൻ സ്തോത്രം എന്തിനു വേണ്ടിയെന്നറിയാമോ? മുറി പണിയണം, റൂം പണിയണം. ആമേൻ കല്യാണം നടക്കണമെങ്കിൽ റൂം പണിയണം. ആമേൻ സ്തോത്രം. ഉടനെ അമ്മ പറയും, ഒരു കാര്യം ചെയ്യാം, ആമേൻ ഈ പൈസ ഒന്നും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. ആമേൻ സ്തോത്രം നീ സൂക്ഷിക്കുക, അല്ലെങ്കിൽ പിതാവിൻ്റെ അപ്പൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. ആമേൻ സ്തോത്രം ഈ 2 കാര്യവും അമ്മ പറഞ്ഞു കൊടുക്കും. ആമേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഇനി നമ്മുടെ മക്കളാണ് ആമേൻ സ്തോത്രം ഒരു കയ്യാൾ പണിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പണിക്ക് പോയി ഒരു 500 രൂപ കൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിച്ചിരിക്കട്ടെ, അമ്മ എന്തു പറയും? അമ്മ ആദ്യം പറയും, മക്കളെ കൊണ്ടുപോടാ, ഇന്നലെ എൻ്റെ നെറ്റ് തീർന്നിരിക്കുകയായിരുന്നു, ഒന്ന് ചാർജ് ചെയ്തളയാം. അല്ലെങ്കിൽ പറയാം, കൊണ്ടുപോടാ, കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച പൈസ കൊടുത്തില്ല. അപ്പം നാം മക്കളുടെ സമ്പത്ത് ദുർവിനിയോഗം ചെയ്യാറുണ്ട്. അവരെ സമ്പാദിക്കുവാനോ മിച്ചം വയ്ക്കുവാനോ പഠിപ്പിക്കാറില്ല. നാളേക്ക് വേണ്ടി കരുതുവാൻ അവരെ പഠിപ്പിക്കാറില്ല. ആമേൻ സ്തോത്രം. ഇവർ പറയുന്നത് അങ്ങനെയല്ല, നാളെ നിന്നെ കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, ആമേൻ നീ വിവാഹം ചെയ്തൊരു പെൺകുട്ടിയുണ്ട്,
അമേനിഷ്ടം നീ നാളെ കൊണ്ടുവരുമ്പോൾ അവൾക്കൊരു മുറി വേണം, റൂം വേണം, അതുകൊണ്ട് ഈ പൈസ നഷ്ടപ്പെടുത്തി കളയരുത്, അമേൻ അത് സൂക്ഷിച്ചു വയ്ക്കണം. അപ്പോൾ നോക്കുക, അവൻ ആ യഹൂദൻ അവൻ്റെ സ്തോത്രം അവൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അവന് ഒരു കുടുംബമാകുവാൻ വേണ്ടുന്ന പ്രാപ്തി നേടിയെടുക്കേണ്ടതിന് അവൻ സ്വയമായിട്ട് അവൻ പൈസ സമ്പാദിക്കുമായിരുന്നു. നോക്കുക, ഇന്നും യഹൂദൻ്റെ അവൻ വരുമാന മാർഗം ബിസിനസ്സാണ്. മുട്ടുസൂചി മുതൽ അവൻ സ്തോത്രം ഹൃദയത്തിൽ വയ്ക്കുന്ന വാൾവ് വരെ അവൻ ഉണ്ടാക്കി കച്ചവടം നടത്താറുണ്ട്. അവൻ്റെ പ്രധാന വരുമാനം അവൻ ബിസിനസ്സാണ്. അവൻ ആയുധ കച്ചവടം ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ സകലതും ഉണ്ടാക്കിയിട്ട് അവൻ ലോകത്തിൻ്റെ നെറുകയിൽ അത്ഭുതമായി നിന്നുകൊണ്ട് അവൻ വ്യാപാരം ചെയ്ത് സമ്പത്തുണ്ടാക്കുന്നവനാണ് അവൻ യഹൂദൻ എന്ന് പറയുന്നത്. അവൻ സ്തോത്രം നോക്കുക, 10-15 വയസ്സാകുമ്പോൾ തന്നെ അവൻ ബിസിനസ്സിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടുന്നതായ കാര്യങ്ങൾ അവൻ സ്തോത്രം പൈസ സമ്പാദിക്കുവാൻ അവൻ പഠിച്ചിരിക്കും. ആമേൻ സ്തോത്രം. യഹൂദൻ അങ്ങനെയായിരുന്നു. ആമേൻ സ്തോത്രം. അങ്ങനെയെങ്കിൽ ആമേൻ സ്തോത്രം ഈ കാലങ്ങൾ ചിലപ്പോൾ റൂം പണിയുവാൻ പൈസ തികയുവാൻ ആമേൻ സ്തോത്രം മാസങ്ങൾ വേണ്ടി വരും, ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടി വരും. ആമേൻ സ്തോത്രം. ചിലപ്പോൾ ദീർഘമായ വർഷങ്ങൾ വേണ്ടി വരും ഒരു റൂമും ഒരു മുറി പണിയണമെങ്കിൽ. അതുവരെയും വിവാഹ നിശ്ചയം ചെയ്ത പെൺകുട്ടി ഏകാഗ്രതയോടെ ആമേൻ സ്തോത്രം എൻ്റെ മണവാളൻ എൻ്റെ കാന്തൻ ഇന്ന് വരും നാളെ വരുമെന്ന് ആമേൻ സ്തോത്രം എന്നും അവൾ ഒരുങ്ങി കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. യേശു പറഞ്ഞ അങ്ങനെയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ സ്ഥലമൊരുക്കി കഴിഞ്ഞാൽ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് അവൻ പിന്നെയും വന്നു നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അങ്ങനെയെങ്കിൽ അവൻ സഭയുടെ കാന്തനാകുന്ന, സഭയുടെ മണവാളനാകുന്ന അവൻ അരുമ മണവാൾ കർത്താവ് യേശു ക്രിസ്തു അവൻ പോയിട്ടുണ്ട്. എന്തിനെന്നറിയാമോ? കാന്തയായ മണവാട്ടിയ സഭയെ ചേർക്കുവാൻ ഒരു സ്ഥലമൊരുക്കണം. ആമേൻ സ്തോത്രം. ഒരു റൂം ഒരുക്കണം. ആമേൻ. അതിനുവേണ്ടി സ്ഥലമൊരുക്കുവാനാണ് യേശു കടന്നു പോയിരിക്കുന്നത്. ആമേൻ സ്തോത്രം. എന്ന് സ്ഥലം ഒരുങ്ങുമോ അന്ന് പിതാവ് പറയും, ആമേൻ സ്തോത്രം, ഇതാ സകലവും നിവൃത്തിയായിട്ടുണ്ട്, ആമേൻ നമുക്കൊരു വിവാഹത്തിന് മടങ്ങിപ്പോ കടന്നു പോകാം. ആമേൻ സ്തോത്രം. അന്ന് പിതാവ് ആമേൻ സ്തോത്രം പറയുമ്പോൾ അവൻ മധ്യാകാശത്തിൽ അതിന്റെ അടയാളം മുടങ്ങും. ആമേൻ സ്തോത്രം. കാഹളം ധ്വനിക്കുവാൻ സാധ്യമായി തീരും. അന്ന് വിശുദ്ധ സഭയാകുന്ന മണവാട്ടി അവനെതിരേൽക്കുവാൻ, മണവാൻ എതിരേൽക്കുവാൻ അവൻ മധ്യാകാശത്തിലേക്ക് പറന്നുയരപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട പെൺകുട്ടി വരൻ അവിടെ വീട് പണിയാൻ അധ്വാനിക്കുമ്പോൾ, ഇവിടെ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട പെൺകുട്ടി സ്തോത്രം അവൾ പുറത്തു പോകുമ്പോഴൊക്കെയും അച്ചാരം ചെയ്യപ്പെട്ട മോതിരവും വരൻ കൊടുത്ത വിശേഷപ്പെട്ട ശിരോവസ്ത്രവും ധരിച്ചിരിക്കണം. കാണുന്നവർക്ക് മനസ്സിലാകും ഇവളൊരു രാജകുമാരിയാണെന്ന്. പറഞ്ഞാൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിയാണ്. ഇവൾ പുറത്തെവിടെ പോയാലും ധരിക്കണം, അവിടെ അടയാളം അതാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ 1-2 പേരുണ്ടായിരുന്നു, സ്നാനപ്പെട്ടവരും തിരുവത്താഴം എടുത്തവരുമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ചതുപ്പിൻ്റെ അതിർത്തി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ബാഗിൽ നിന്ന് കമ്മലെടുക്കും, മാലയെടുക്കും, ഇതൊക്കെ അണിഞ്ഞൊരൊറ്റ പോക്കാണ്. ആമേൻ സ്തോത്രം. പിന്നെ മണവാട്ടി ആരെന്നും മണവാളൻ ആരെന്നും രാജകുമാരി ആരെന്നും തിരിച്ചറിയാൻ പറ്റുകയില്ല. ചോരത്തളി ആചരിച്ചവൻ, വിവാഹ നിശ്ചയം കഴിഞ്ഞവൻ, അവൻ്റെ കയ്യിൽ മോതിരം അണിഞ്ഞിരിക്കണം, അവൻ ശിരോവസ്ത്രം ധരിച്ചിരിക്കണം. ലോകത്തിന് മുൻപിൽ അവൻ രാജകുമാരനാണ്, രാജകുമാരിയാണ്. അത് അടയാളമാണ്. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിച്ചവൻ പിന്നെ തോന്നിയതുപോലെ നടക്കുവാൻ വ്യവസ്ഥയില്ല, തോന്നിയിടത്ത് പോകുവാൻ വ്യവസ്ഥയില്ല, തോന്നിയത് കഴിക്കുവാൻ വ്യവസ്ഥയില്ല, തോന്നിയത് പറയുവാൻ വ്യവസ്ഥയില്ല, തോന്നിയത് പ്രവർത്തിക്കുവാൻ വ്യവസ്ഥയില്ല. ആമേൻ സ്തോത്രം. അവൻ വിശുദ്ധ മണവാളന് വേണ്ടി ഒരുക്കപ്പെട്ട വിശുദ്ധ മണവാട്ടിയായിരിക്കണം. ആമേൻ സ്തോത്രം. അതാണ് വചനത്തിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി ഓരോ ദിവസവും, എല്ലാ ദിവസവും രാവിലെയാകും അമ്മ വിളിച്ചുണർത്തും, മകളെ സമയമായി വേഗം എഴുന്നേൽക്ക്. ചിലപ്പോൾ ഇന്നായിരിക്കാം നിന്റെ വിവാഹം, കാരണം ഡേറ്റ് അവർക്ക് അറിയില്ല. ചിലപ്പോൾ ഇന്നായിരിക്കാം നിന്റെ മണവാളൻ വരുന്നത്, അതുകൊണ്ട് വേഗം ഒരുങ്ങുക. അവൾ അതിരാവിലെ എഴുന്നേറ്റ് ആമേൻ സ്തോത്രം അവൾ ശരീരത്തെ ശുദ്ധീകരിച്ച്, ആമേൻ സ്തോത്രം എല്ലാ രീതിയിലും ശരീരം ശുദ്ധീകരിച്ച് ഒരു മണവാട്ടിയെ പോലെ ഒരുങ്ങി കാത്തിരിക്കും. മണവാളൻ എപ്പോൾ വന്നാലും അപ്പോൾ വിവാഹം നടക്കണം, പിന്നെ ഒരുങ്ങാൻ പോകാൻ സമയമില്ല.
ആമേൻ സ്തോത്രം. നമ്മുടെ കല്യാണങ്ങളിലാണെങ്കിൽ ആമേൻ സ്തോത്രം ചിലപ്പോഴൊക്കെ തലേദിവസം വസ്ത്രം കൊണ്ടുവരും ഒരുങ്ങി നിൽക്കാൻ. ചിലപ്പോൾ കല്യാണത്തിന് അന്നായിരിക്കും കൊണ്ടുവരുന്നത്. പിന്നെ ഉടനെ പോയി കല്യാണത്തിന് വസ്ത്രം മാറണം, എന്തെല്ലാം ചടങ്ങെന്നറിയാമോ. പക്ഷേ യഹൂദൻ അങ്ങനെയല്ല. ആമേൻ സ്തോത്രം. ആമേൻ വരൻ കൊടുത്ത വിവാഹ വസ്ത്രം ഓരോ ദിവസവും രാവിലെ അവൾ ധരിച്ച് പ്രതീക്ഷയോടെ അവൻ കാത്തിരിക്കണം. ഇന്ന് എൻ്റെ വിവാഹമാണ്, ഇന്നെൻ്റെ കല്യാണമായിരിക്കാം, കാന്തൻ ഇന്ന് വരുമെങ്കിൽ ഇന്നെൻ്റെ വിവാഹമാണെന്ന് ഓരോ ദിവസവും ഒരുക്കത്തോടെ കാത്തിരിക്കണം. ആമേൻ സ്തോത്രം. രാവിലെ ആകുമ്പോൾ ഒരുങ്ങിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ കാന്തൻ വരികയില്ല. ആമേൻ സ്തോത്രം. അപ്പോൾ കൂടെയുള്ളവർ ചോദിക്കും, എന്താ നിന്റെ കാന്തൻ വന്നില്ലല്ലോ, നിന്റെ മണവാളൻ വന്നില്ലല്ലോ, നിന്റെ കാന്തൻ എവിടെ പോയി, നിന്റെ വിവാഹം നടന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിരാശപ്പെടുത്തുമ്പോഴും ആമേൻ അവൾക്ക് പ്രത്യാശയുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് ഈ വിവാഹം നിശ്ചയം ചെയ്ത, എന്നെ മുദ്രമോതിരമണിയിച്ച, എനിക്ക് വിശുദ്ധ വസ്ത്രം നൽകിയ എൻ്റെ കാന്തൻ അവൻ എന്നെ ചേർക്കുവാൻ വരിക തന്നെ ചെയ്യും. അവൻ ആരൊക്കെ നിരുത്സാഹപ്പെടുത്തിയാലും, അവൻ ആരൊക്കെ കുറ്റം പറഞ്ഞാലും, ആരൊക്കെ പ്രത്യാശയെ ചോദ്യം ചെയ്താലും, ആരൊക്കെ സാക്ഷ്യത്തെ ചോദ്യം ചെയ്താലും അവൾക്കൊരു പ്രത്യാശയുണ്ട്. അവൻ എൻ്റെ കയ്യിൽ മോതിരമണിയിച്ചവൻ, എനിക്ക് വിശുദ്ധ വസ്ത്രം നൽകിയവൻ, അവൻ എനിക്ക് പണം നൽകിയവൻ ഒരു നാൾ എന്നെ ചേർക്കുവാൻ അവൻ വരിക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവൾ ആ ഉറപ്പോടെ നിൽക്കും. ആമേൻ സ്തോത്രം. അവൾ പറയും, ആമേൻ സ്തോത്രം, എത്ര കാലം കഴിഞ്ഞാലും അവൻ വരും, ഞാൻ അവൻ്റെ മണവാട്ടിയാണ്. ആമേൻ സ്തോത്രം. അവൾ ആ ഒരുക്കത്തോടെ കാത്തിരിക്കും. നോക്കുക, അവൾ നന്നായി രാവിലെ എഴുന്നേറ്റ് ആമേൻ സ്തോത്രം അവൾ തന്നെ അലങ്കരിച്ച്, ആമേൻ സ്തോത്രം, ബ്യൂട്ടീഷ്യൻ അവിടെ ഇല്ല, തന്നെ അലങ്കരിക്കണം. വചനം അങ്ങനെ പറയും, തന്നെ അലങ്കരിക്കണം. എന്തുകൊണ്ടാ? ആമേൻ സ്തോത്രം. മണവാളൻ കൊടുത്തിട്ട് പോയ വസ്ത്രങ്ങൾ കൊണ്ട്, ആഭരണങ്ങൾ കൊണ്ട് ആമേൻ സ്തോത്രം അവൾ തന്നെ അലങ്കരിക്കണം. മാത്രമല്ല, വിവാഹം നടക്കാൻ പോകുന്നത് കൊണ്ട് അവളുടെ വീടിനെ അവൾ അലങ്കരിക്കണം. അവളുടെ വീടിന്റെ പരിസരം വൃത്തിയാക്കണം. ആമേൻ സ്തോത്രം. അതിൻ്റെ ജനൽ കട്ടങ്ങളൊക്കെ മാറ്റി ഓരോ ദിവസവും മണവാളനെയും അവന്റെ പിതാവിനെ ബന്ധുക്കളെ എതിരേൽക്കുവാൻ തക്കവണ്ണം അവളും അവളുടെ വീടും പരിസരവും സദാസമയം ഒരുക്കത്തോടെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഞാനിപ്പോഴും പണിക്കൊക്കെ പോകുന്ന ആളാണ്, മേശപ്പണി പോകുന്ന ആളാണ്. ആമേൻ സ്തോത്രം. പല തരത്തിലുള്ള ജാതിക്കാരുടെ ആൾക്കാരുടെ വീട്ടിലൊക്കെ പണിക്ക് പോയിട്ടുണ്ട്. പണിക്ക് പോയിട്ടുള്ളതിലൊക്കെ ചിലപ്പോൾ നമ്മുടെ ആൾക്കാർ വീട്ടിൽ പണിക്ക് പോയാൽ കാണാൻ കഴിയുന്നൊരു പ്രത്യേകത, വേലി സാരി ആയിരിക്കും. കിണറ്റിൻ്റെ കരയിൽ കുളിമുറി സാരി ആയിരിക്കും. കുറച്ച് തുണി കല്ലിൽ കാണും നനച്ചത്, കുറച്ച് ബക്കറ്റിൽ കാണും, കുറച്ച് വിറകിൻ്റെ പുറത്ത് കാണും, കുറച്ച് കസേരപ്പുറത്ത് കാണും, കുറച്ച് കട്ടിലിൽ കാണും, കുറച്ച് ജനലിൽ കാണും, കുറച്ച് ആ മേശയിലെ സ്ഥലമെടുത്തും കുറേ തുണികൾ കാണും. ഇത്രയും തുണി എന്തിനൊരു പിടുത്തവുമില്ല. എന്നിട്ടും പറയും തുണിയില്ലേ. എല്ലാ ആഴ്ചയിലും തുണിയും വേണം. എന്നാൽ ഉള്ളതിനെ കഴിച്ച് പിടിച്ച് ഒതുക്കി വയ്ക്കും, അതും ചെയ്യില്ല. ആമേൻ സ്തോത്രം. കാന്തയാകുന്ന, മണവാട്ടിയാകുന്ന സഭ അല്ലെങ്കിൽ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് വെറുതെ കൈയടിച്ച് തുള്ളി അന്യഭാഷ പറയുന്ന ഒന്നല്ല. നാം തെറ്റിദ്ധരിക്കരുത്. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് വെറുതെ ദൂത് കേട്ട് കൈയടിച്ച് തുള്ളി മറിഞ്ഞ് പോകുന്ന ഒന്നല്ല. അതൊരു വ്യത്യസ്തമായ ജീവിതചര്യയാണ്. മറ്റുള്ളവരിൽ നിന്ന് നമ്മെ വ്യത്യസ്തനാക്കുന്ന ഒരു ജീവിത രീതി ഉണ്ടായിരിക്കണം. നമ്മുടെ വീടും പരിസരം വൃത്തിയായിരിക്കണം. ആമേൻ സ്തോത്രം. ഒരുവൻ കയറി വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു വാങ്ങി കുടിക്കാൻ അറപ്പ് തോന്നരുത്. നമ്മുടെ വീടും പരിസരവും വൃത്തിയായിരിക്കണം, നാവും വൃത്തിയായിരിക്കണം. എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ പക്ഷം കുടിക്കാൻ പറ്റിയെങ്കിൽ ചെയ്യണം. ആമേൻ സ്തോത്രം. ഈ കാന്തയാകുന്ന പെൺകുട്ടി രാവിലെ എഴുന്നേറ്റ് അവൾ തന്നെ ഒരുക്കുകയും വീടും പരിസരവും ഒരുക്കുകയും ചെയ്യുമായിരുന്നു. ആമേൻ സ്തോത്രം. ഒരിക്കലൊരു ജാതിയിൽപ്പെട്ടൊരു മനുഷ്യൻ, പാസ്റ്റർ എന്നറിയാവുന്നുണ്ട്, എന്നോട് പറയുകയാണ്, പാസ്റ്ററെ, അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തോന്നുകയില്ല. ആമേൻ സ്തോത്രം. കാരണം വീട്ടുകാരത്തേക്ക് വീട്ടിലിരിക്കാൻ സമയമില്ല. തിങ്കളാഴ്ച വിമൻസ് മീറ്റിംഗ്, ചൊവ്വാഴ്ച യൂത്ത് മീറ്റിംഗ്, ബുധനാഴ്ച കോട്ടേജ് മീറ്റിംഗ്, പിന്നെ വ്യാഴാഴ്ച വേറെന്തോ മീറ്റിംഗ്, വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന, ശനിയാഴ്ച കാത്തിരിപ്പ്. പിന്നെ വീട്ടിൽ ആര് കാണും?
ഭർത്താവ് രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോകണം, കട്ടൻ പോലും കിട്ടുകയില്ല, ചിലപ്പോൾ പിടിച്ചോണ്ട് പോകാൻ ചിലപ്പോൾ കട്ടൻ പോലും കിട്ടുകയില്ല ഭർത്താവ് പണിക്ക് പോകുമ്പോൾ. രാജകുമാരി പൂത്ത് ഉറക്കുമായിരിക്കും. മക്കൾക്ക് സമയത്തിന് ആഹാരം കിട്ടുകയില്ല. നമ്മളെപ്പോഴും ബൈബിളുമായിട്ട് ദേശാന്തരിയായിട്ട് നടക്കുകയാണ്. ഇങ്ങനെ ആരേക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. ഗദരദേശത്തെ യേശു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കി. അവൻ പറയുകയാണ്, യേശുവേ ഞാൻ നിന്നെ അനുഗമിക്കട്ടെ. യേശു പറഞ്ഞു, വേണ്ട, നീ ആദ്യം പോയി നിന്റെ അപ്പനെ അമ്മയും നിന്നെ കാണിക്കണം. എന്ന് പറഞ്ഞാൽ നീ ഇപ്പോൾ എങ്ങനെയാണെന്ന്, നീ ഇപ്പോൾ പ്രാപിച്ച സൗഖ്യം എന്തെന്ന് ആദ്യം നിന്റെ വീട്ടിൽ നീ കാണിക്കണം. ആമേൻ സ്തോത്രം. പരിശുദ്ധ ശക്തി പ്രാപിച്ചിട്ടും നിങ്ങൾ ആമേൻ സ്തോത്രം യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയിട്ടും സാക്ഷിയാകണം. ആദ്യം നീ സാക്ഷിയാകേണ്ടത്, നീ മാതൃകയാകേണ്ടത് നിന്റെ കുടുംബത്തിനകത്താണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നാട്ടുകാർ കാണത്തേക്ക് ബൈബിളൊക്കെ പൊക്കി പിടിച്ച് പോകുന്നത് കുഴപ്പമൊന്നുമില്ല, വെള്ളയെടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ആദ്യം നീ നിന്റെ വീട്ടിൽ മാതൃക കാണിക്കണം. ആമേൻ സ്തോത്രം. മക്കളോട് മരുമക്കളോട് മാതൃക കാണിക്കണം. ആമേൻ സ്തോത്രം. അമ്മായിയമ്മ പോര് പാടില്ല. ആമേൻ സ്തോത്രം. മരുമകൾ അമ്മായിയമ്മയോടും പോരെടുക്കാൻ പാടില്ല. ആമേൻ സ്തോത്രം. ആമേൻ. പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും സ്വന്തം അമ്മ വന്നാൽ കുഴപ്പമില്ല, പക്ഷെ ഭർത്താവിൻ്റെ അമ്മ വന്നു കഴിഞ്ഞാൽ വല്ലാത്ത കുഴപ്പമാണ്. പിന്നെ അവർ പോകുന്നത് വരെ കിറു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവർ പോയാലേ പിന്നെ ആ പുറുകുറുപ്പൊന്ന് മാറിക്കിട്ടുകയുള്ളൂ. പള്ളിയിൽ വന്നാലോ അയ്യോ ഭയങ്കര ആത്മാവും അന്യഭാഷയുമാണ്. ആമേൻ സ്തോത്രം. ദാവീദ് പറയുന്നത്, ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ആമേൻ സ്തോത്രം. അമ്മായിയമ്മയും മരുമകൾക്കും വീട്ടിൽ നിഷ്കളങ്ക പെരുമാറാൻ കഴിഞ്ഞില്ല എങ്കിൽ നീ പറയുന്ന നീ ചെയ്യുന്ന കയ്യടിയും അന്യഭാഷയും വെറുതെയാണ്. ആമേൻ സ്തോത്രം. പരിശുദ്ധത പ്രാപിച്ച മരുമകളാകട്ടെ അമ്മായിയമ്മ ആയിക്കോട്ടെ, ആമേൻ സ്തോത്രം, ഏക ഭാവമുള്ളവരും ഏക സ്നേഹമുള്ളവരുമായിരിക്കണം. ആമേൻ സ്തോത്രം. അതില്ലാതെ എത്ര തീ വന്നെന്ന് പറഞ്ഞാലും, ഇനി അമ്മ സ്തോത്രം പാടുന്നത് പോലെ എന്താണ്, കൊടിയ കാറ്റ് അടിക്കണമേ പിന്നെ തീ പോലെ ഇറങ്ങണമേ, കൊടുങ്കാറ്റ് അടിക്കണമെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ആമേൻ സ്തോത്രം. അകത്ത് രൂപാന്തരം സംഭവിക്കണം. അവൻ അകത്തു മാറ്റം സംഭവിക്കണം. പരിശുദ്ധാത്മാവിന്റെ ആമേൻ സ്തോത്രം സ്നേഹവും താഴ്മയും വിനയം കടന്നു വരണം. അത് കടന്നു വരാത്തിടത്തോളം നമ്മുടെ അന്യഭാഷയും ആരാധനയും ഒക്കെ വെറുതെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദ്യം നാം വീട്ടിൽ മാതൃക കാണിക്കണം. ആമേൻ സ്തോത്രം. വീട്ടിൽ മാതൃക കാണിക്കാതെ ആമേൻ സ്തോത്രം ബാക്കി യഹൂദിയും ശമരിയൊക്കെ നന്നാക്കാൻ പോയിട്ട് കാര്യമൊന്നുമില്ല. ആമേൻ സ്തോത്രം. നമുക്ക് വീട്ടിൽ ഉത്തരവാദിത്വമുണ്ട്. ആമേൻ സ്തോത്രം. മക്കളോട് മരുമക്കളോട് ആമേൻ സ്തോത്രം ചെറുമക്കളോടൊക്കെ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആമേൻ. നാം ആദ്യം അത് നിറവേറ്റണം. പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നവരോട് പറഞ്ഞത്, ആമേൻ സ്തോത്രം, വീട്ടിൽ പുത്രപൗത്രന്മാരുണ്ട് എങ്കിൽ, മാതാപിതാക്കളുണ്ട് എങ്കിൽ ആദ്യം നിങ്ങൾ അവരോട് നിങ്ങളുടെ കടമകൾ നിറവേറ്റണം. ആമേൻ സ്തോത്രം. അത് കഴിഞ്ഞിട്ട് മതി നിങ്ങൾ പുറത്തിറങ്ങിയുള്ള ആമേൻ സ്തോത്രം സ്വർഗത്തിൽ കൊണ്ടുപോകൽ. ആമേൻ സ്തോത്രം. ആദ്യം നിന്ന് വീട്ടിനകത്ത് സുവിശേഷം അറിയിക്കണം, വീട്ടിനെ രക്ഷപ്പെടുത്തണം. ആമേൻ. അത് കഴിഞ്ഞിട്ടാണ് ആമേൻ സ്തോത്രം യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം പോകാൻ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അത് നാം ചെയ്യണം. ഇവിടെ നോക്കുക, ആ പെൺകുട്ടി രാവിലെ എഴുന്നേറ്റ് തന്നെ ശുദ്ധീകരിക്കും. ആമേൻ സ്തോത്രം. അവൾ കൈകാലുകളിലെ നഖങ്ങൾ വെട്ടും. ആമേൻ സ്തോത്രം. യഹൂദൻ അങ്ങനെയൊക്കെ ചില ചടങ്ങുകളുണ്ട്. ആമേൻ സ്തോത്രം. വളരെ ഭംഗിയാക്കി വൃത്തിയാക്കി ആമേൻ സ്തോത്രം കൈയും കാലുമൊക്കെ ആമേൻ സ്തോത്രം വിണ്ടകീരെ കാൽപ്പുറതൊക്കെ തേച്ചൊതുക്കി വൃത്തിയാക്കി എന്ന് പറഞ്ഞാൽ മണവാളൻ തന്നെ കാണുമ്പോൾ ആമേൻ സ്തോത്രം വചനം പറയുന്നത് ഇങ്ങനെയാണ്, സഭയെക്കുറിച്ച് പറയുന്നത്, അവൾ സർവാംഗ സുന്ദരി എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം ഒരു ചെറിയ മറുക പോലും സഭയാകുന്ന മണവാട്ടിൽ കാണുവാൻ പാടില്ല. അവൾ സർവാംഗ സുന്ദരിയായിരിക്കണം. ആമേൻ സ്തോത്രം. അതിനുവേണ്ടി അവൾ തന്നെ പരിശുദ്ധാത്മാവിനാലും പരിശുദ്ധാത്മാവിന്റെ കൃപകളും കൃപാവരങ്ങളാലും ഓരോ ദിവസവും വചനപ്രകാരം തന്നെ ഒരുക്കി കാത്തിരിക്കണം. അതെയാണ് സഭയാ മണവാട്ടിയുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ പെൺകുട്ടിയെ തന്നെ ഒരുക്കണം. ആമേൻ സ്തോത്രം. അവളെ ഒരുക്കാൻ മറ്റാരും വരികയില്ല. ആമേൻ സ്തോത്രം. നാം വിളിക്കപ്പെട്ട ദൈവജനമാണ് എങ്കിൽ നാം നമ്മെ തന്നെ ഒരുക്കണം. ആമേൻ സ്തോത്രം. അതിനൊരു പ്രവാചകന്റെ ആവശ്യമില്ല. ആമേൻ. അതിനൊരു പുരോഹിതന്റെ ആവശ്യമില്ല. ആമേൻ സ്തോത്രം. അതിന് തലയെ കൈവയ്ക്കുവാനോ ബാൻഡ് അടിക്കാനോ ആമേൻ സ്തോത്രം ആരുടെയും ആവശ്യമില്ല. ആമേൻ. സഭയാകുന്ന മണവാട്ടി തന്നെ ഒരുക്കണമെന്ന് വചനം വ്യവസ്ഥ പറയുന്നു. അപ്പോൾ ഈ പെൺകുട്ടി ഓരോ ദിവസവും തന്നെ ഒരുക്കി അവൾ കാത്തിരിക്കണം. ഇന്ന് വരും നാളെ വരും എൻ്റെ വിവാഹം നടക്കുമെന്ന് ഓരോ ദിവസവും മണവാളന് വേണ്ടി കാത്തിരിക്കണം. ആമേൻ സ്തോത്രം.
സ്തോത്രം എന്ന് വരുമെന്ന് അവൾക്ക് ഉറപ്പ് പറയാൻ പറ്റുകയില്ല. പക്ഷേ എന്നാണോ ഭവനത്തിന്റെ പണി തീരുന്നത്, എന്നാണോ വാസസ്ഥലം ഒരുങ്ങി കഴിയുന്നത്, അന്ന് മധ്യാകാശത്തിൽ അടയാളം മുഴങ്ങും. ആമേൻ സ്തോത്രം. വചനം പറയുന്നു, ആമേൻ സ്തോത്രം, പ്രിയന്റെ മണിനാദം ഞാൻ എന്റെ കാതുകളിൽ കേൾക്കുന്നുണ്ട്, അവന്റെ വരവടുത്തിരിക്കുന്നുവല്ലോ. ആമേൻ സ്തോത്രം. കാന്തയും തന്നെ ഒരുക്കി കാത്തിരിക്കുന്നു. അപ്പോൾ ഓരോ ദിവസവും പെൺകുട്ടി ഒരുങ്ങി കാത്തിരിക്കാം. ചിലപ്പോൾ ആ കാത്തിരിപ്പ് ആഴ്ചകൾ നീണ്ടുപോകാം, ചിലപ്പോൾ മാസങ്ങൾ നീണ്ടുപോകാം, ചിലപ്പോൾ വർഷങ്ങൾ നീണ്ടുപോകാം. പക്ഷേ അവളുടെ കാത്തിരിപ്പ് ഒരിക്കലും അവസാനിക്കുകയില്ല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അതുകൊണ്ട് അവൾ തന്നെ ഒരുക്കി ഓരോ ദിവസവും ആമേൻ സ്തോത്രം കാത്തിരിക്കാറുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ മണവാളൻ വരുമെന്ന് കരുതി. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. സഭയുടെയും പ്രത്യാശ അതാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ലോകമാന്ത്യത്തിലേക്ക് എത്തുമ്പോൾ, കർത്താവിന്റെ വരവിന്റെ അടയാളം മുഴങ്ങുമ്പോൾ അവൻ സഭ മനസ്സിലാക്കണം. ആമേൻ സ്തോത്രം. കാന്തനാകുന്ന ക്രിസ്തുവിന്റെ വരവെടുത്തിരിക്കുന്നു. അവന്റെ കാഹളധ്വനി മുഴങ്ങാൻ സമയമായിരിക്കുന്നു. ഓരോ ദിവസവും തന്നെ അവൾ വചനപ്രകാരം ഒരുക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്തുകൊണ്ട് കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഇനി വിവാഹ സമയമെന്ന് പറയുന്നത് രാത്രിയാണ്. യഹൂദന്റെ വിവാഹ സമയം രാത്രിയാണ്. നമുക്കറിയാം, നമ്മുടെ മുത്തച്ഛനായിരുന്ന യാക്കോബ്, ആമേൻ സ്തോത്രം, അപ്പനെയൊക്കെ പറ്റിച്ച് ഓടിപ്പോയി അമ്മായിയപ്പൻ്റെ വീട്ടിൽ ചെന്ന് പറ്റി. ആമേൻ സ്തോത്രം. ചെന്നപ്പോൾ കൊള്ളാം, മേയ്ക്കാൻ ആടുകൊണ്ട്. ആമേൻ സ്തോത്രം. കുടുംബം നയിക്കാൻ വേണമെങ്കിൽ ആവശ്യമുള്ള പെമ്പിളരും അവിടെ. അപ്പോൾ അവന് ആമേൻ സ്തോത്രം റാഹേൽ ഇഷ്ടം തോന്നിയിട്ട് അവൻ റാഹേലിന് വേണ്ടി അവൻ 7 ദിവസം ആടുമേച്ച് അടിമയിലേക്ക് ചെയ്തു. പക്ഷേ രാത്രി ആയപ്പോൾ ലാബാൻ ആമേൻ സ്തോത്രം കൂട്ടിക്കൊണ്ടുപോയത് മൂത്തയാളെ ആയിരുന്നു. രാവിലെ ആയപ്പോൾ യാക്കോബ് ചോദിക്കുകയാണ്, നീ എന്നോട് ഈ ചതി ചെയ്തത് എന്ത്? ആമേൻ സ്തോത്രം. ഞാൻ ആമേൻ സ്തോത്രം റാഹേലിന് വേണ്ടി എന്നെ ജോലി ചെയ്തത്, പക്ഷെ നീ തന്നത് ലേയാണല്ലോ. അവൻ പറഞ്ഞു, മൂത്തോളം നിൽക്കുക, ഇളകളെ കൊടുക്കാറില്ല. ആമേൻ സ്തോത്രം. രാത്രി ആയതുകൊണ്ട് ആമേൻ സ്തോത്രം ആളാരെന്ന് യാക്കോബിന് മനസ്സിലായില്ല. അങ്ങനെ ഒരു പറ്റ് ആമേൻ സ്തോത്രം പുള്ളിക്കാരന് പറ്റി. അപ്പോൾ യഹൂദന്റെ കല്യാണം ദിവസം എപ്പോഴും സമയം മിക്കവാറും രാത്രിയായിരിക്കും. ആമേൻ സ്തോത്രം. മത്തായി സുവിശേഷം 25-ാം തീയതി വായിക്കുമ്പോഴും അവിടെയും കാണുവാനും കഴിയും 10 കന്യകാരെ കുറിച്ച്. ആമേൻ സ്തോത്രം. 10 പേര് മണവാളൻ വരുമെന്ന് കാത്തിരിക്കുകയാണ്. ഈ 10 പേര് സഭയല്ല. ആമേൻ സ്തോത്രം. അവിടെ തോഴിമാരാണ് ഈ 10 പേര്. ആമേൻ സ്തോത്രം. സഭ എന്ന് പറയുന്നത് കന്യകമാരല്ല, അത് കന്യകയാണ്, ഏകവചനമാണ്. ആമേൻ സ്തോത്രം. മണവാട്ടി അകത്തിരിക്കുകയാണ്, തോഴിമാർ പുറത്ത് മണവാളിനെതിരേക്ക് നിൽക്കുകയാണ്. ആമേൻ സ്തോത്രം. അപ്പോൾ അർദ്ധരാത്രി ആയപ്പോൾ ആമേൻ സ്തോത്രം ആർപ്പുവിളി ഉണ്ടായി. എന്താണ് ആർപ്പുവിളി? ഇതാ മണവാളൻ വരുന്നേ എന്നുള്ള ആർപ്പുവിളി ഉണ്ടായി. ആമേൻ സ്തോത്രം. ഉടനെ പുറത്തു നിന്നിരുന്ന അവൻ 10 കന്യകമാരും എഴുന്നേറ്റ് ഉടനെ വിളക്കെ കത്തിച്ചു. എങ്കിലും അവൻ 5 പേരുടെ വിളക്കിൽ എണ്ണയില്ലായിരുന്നു. ആമേൻ സ്തോത്രം. 5 പേര് ആമേൻ സ്തോത്രം വിളക്ക് കത്തിച്ചു. ആമേൻ സ്തോത്രം. അവർ മണവാളിനൊപ്പം അകത്ത് കടന്നു. വചനം പറയുന്നു, മണവാളൻ മണവറയും മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്തു വരും. ആമേൻ. അവിടെ അവരുടെ കല്യാണം നടക്കും. നോക്കുക, ആമേൻ സ്തോത്രം. അർദ്ധരാത്രി ആയിരുന്നു മണവാളന്റെ വരവ്. യഹൂദ കല്യാണങ്ങളെല്ലാം രാത്രികാലങ്ങളിലായിരുന്നു. അതുകൊണ്ട് ആമേൻ രാവിലെ തന്നെ ഒരുങ്ങുന്ന പെൺകുട്ടി രാത്രിയാണെങ്കിലും വിവാഹ വസ്ത്രം അഴിച്ചു മാറ്റാതെ അവൾ എപ്പോഴും ഒരുക്കത്തോടെയായിരുന്നു. കാരണം അർദ്ധരാത്രി ആമേൻ സ്തോത്രം മണവാളൻ വന്നാലും വിവാഹം കഴിക്കുവാൻ അവർ തയ്യാറായിരുന്നു. സഭയും എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. മധ്യാകാശത്തിൽ കാഹളം ധ്വനിക്കുമ്പോൾ ഇന്നത്തെ പോലെ 40 ദിവസം ഉപവാസം വയ്ക്കുവാൻ സമയം കിട്ടുകയില്ല. ആമേൻ സ്തോത്രം. ഏതെങ്കിലും പ്രവാചകനെ നമ്മെ തലയിൽ കൈ ശുദ്ധീകരിച്ച് മുകളിലേക്ക് വിടാനും സമയം കിട്ടുകയില്ല. ആമേൻ സ്തോത്രം. ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാനും സമയം കിട്ടുകയില്ല. അവൻ കാഹളം ധ്വനിക്കുമ്പോൾ മിന്നൽ കിഴക്ക് നിന്ന് അവൻ പുറപ്പെട്ട് പടിഞ്ഞാറ് വിളങ്ങുന്നത് പോലെ കണ്ണിമയ്ക്കുന്നതിനിടയിൽ ആമേൻ സ്തോത്രം വിശുദ്ധ സഭ അവൻ ഭൂമിയിൽ എടുക്കപ്പെടും. അവിടെ പിന്നെ കാത്തിരിപ്പില്ല, അവിടെ കാത്തുനിൽപ്പില്ല. കാരണം അവൻ ദീർഘവർഷങ്ങൾ അവൾ കാത്തിരുന്നവളാണ്, ദീർഘമാസങ്ങൾ കാത്തിരുന്നവളാണ്. അതുകൊണ്ട് കാന്തന്റെ കാഹളം എപ്പോൾ ധ്വനിച്ചാലും പിന്നെ അവിടെ തങ്ങുന്ന ഒരു പരിപാടിയില്ല. ആമേൻ. റിബേക്കയോട് പറയുകയാണ്, റിബേക്കയുടെ മാതാവ് പറയുന്നു, ബാല കുറച്ച് ദിവസം ഞാൻ നിൽക്കട്ടെ. റിബേക്ക പറയുന്നു, ഇല്ല ആമേൻ സ്തോത്രം, എനിക്ക് ഇപ്പോൾ തന്നെ പോകണം. ആമേൻ. എലിയാസറിനോടൊപ്പം റിബേക്ക അപ്പോൾ തന്നെ പുറപ്പെട്ടു. പിന്നെ അവിടെ കാത്തു നിൽക്കുന്ന ആമേൻ സ്തോത്രം സാഹചര്യമില്ല. അതുവരെ പാർത്ത വീടല്ലേ, ഇതുവരെ താമസിച്ച ഭൂമിയല്ലേ എന്ന് കരുതി ഭൂമിയിൽ പിന്നെ യാതൊരു അവകാശമില്ല. ആമേൻ സ്തോത്രം. ഇവിടത്തെ പാർപ്പിടം വിട്ട് ഇവിടത്തെ വാസം മതിയാക്കി ആമേൻ സ്തോത്രം നാം പിന്നിലേക്ക് പറന്നുയരും. കാരണം നമുക്ക് വസിക്കുവാൻ വീടൊരുക്കി ഒരു മണവാളൻ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ആമേൻ സ്തോത്രം. അതുകൊണ്ട് നാം ആമേൻ സ്തോത്രം ഓരോ ദിവസവും ആമേൻ സ്തോത്രം കാത്തിരിക്കണം. മണവാളന്റെ വരവ് എപ്പോൾ വേണമെങ്കിലും ആകാം. നാം ചിന്തിക്കുക, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിൽ അല്ലെങ്കിൽ ജഡാവതാരം എടുത്തപ്പോൾ യേശുവിന്റെ അവൻ കാലസമ്പൂർണതയിൽ ഭൂമിയിൽ അവതരിച്ചു എന്ന് പറഞ്ഞാൽ എപ്പോഴായിരുന്നു ആ കാലസമ്പൂർണത? ആമേൻ സ്തോത്രം. യേശു ക്രിസ്തു ജനിക്കും മുമ്പ് ആമേൻ സ്തോത്രം ഇവിടെ അനേക സാമ്രാജ്യങ്ങൾ ഭരിച്ചു. നെബൂഖദ്നേസർ ഭരിച്ചു, അശോകൻ ഭരിച്ചു, ഗ്രീക്ക് സാമ്രാജ്യമൊക്കെ വന്നു. ഇവരൊക്കെ വന്നപ്പോൾ ആമേൻ സ്തോത്രം രാജ്യത്തെ ലോകത്ത് ഓരോ കാര്യങ്ങൾ കൊണ്ടുവന്നു. ആമേൻ സ്തോത്രം. ഗ്രീക്ക് സാമ്രാജ്യം വന്നപ്പോൾ ഗ്രീക്ക് ഭാഷ ലോകം മുഴുവൻ ഏക ലോക ഭാഷയാക്കി തീർത്തു. റോമൻ വന്നപ്പോൾ റോമൻ ഗവൺമെന്റ് സ്തോത്രം ലോകത്തെങ്ങും നല്ല റോഡുകൾ വേണ്ടി സകല റോഡുകളും റോമിലേക്കായി തീർന്നു. ആമേൻ സ്തോത്രം. സമുദ്രത്തിലെ കനാലുകളൊക്കെ തോണ്ടി അവർ ഒന്നാക്കി തീർത്തു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ജനിക്കുവാൻ സമയമായപ്പോൾ ആമേൻ സ്തോത്രം സുവിശേഷം എല്ലായിടത്തും എത്തേണ്ടതിന് ഏക ഭാഷയായി തീർത്തു. റോഡുകൾ ഉണ്ടായി. ആമേൻ സ്തോത്രം. കപ്പൽ ഗതാഗതത്തിന് മാർഗമുണ്ടായി. അപ്പോൾ യേശുവിന്റെ ജനനമായിരുന്നു എന്ന് പറഞ്ഞാൽ യേശുവിന്റെ വരവിന് വേണ്ടി ലോകം രാജ്യം അറിയാതെ ഒരുക്കപ്പെടുകയായിരുന്നു. അങ്ങനെയെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിനും ലോകം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ആമേൻ സ്തോത്രം. ഏക ലോക ഭാഷയായി ഇംഗ്ലീഷ് വന്നു കഴിഞ്ഞു. ലോകത്തെ എല്ലായിടത്തും സഞ്ചരിക്കുവാൻ സ്തോത്രം ഏറ്റവും സൂപ്പർസോണിക് വിമാനങ്ങൾ വന്നു കഴിഞ്ഞു. ആമേൻ സ്തോത്രം. കണ്ണടച്ച് തുറക്കും യാത്ര ചെയ്യുവാൻ ട്രെയിനുകൾ വന്നു കഴിഞ്ഞു. ആമേൻ സ്തോത്രം. എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നാലും ഏത് കോണിലിരുന്നാലും തമ്മിൽ കണ്ട് സംസാരിക്കാനുള്ള ടെക്നോളജി വികസിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കാൽപാദം ഒലിമല ചവിട്ടുവാൻ കാലമായി എന്നർത്ഥം. അതുകൊണ്ട് കാന്തയാം സഭയാ മണവാട്ടിയെ വളവാളിൽ വരവടുത്തിയിരിക്കുകയാൽ അവന്റെ മണിനാഥം മുഴങ്ങുകയാൽ ഓരോ ദിവസവും നമ്മെ തന്നെ വചനപ്രകാരം വിശുദ്ധീകരിച്ച് ഒരുങ്ങി കാത്തിരിക്കുവാൻ നമുക്കും സാധ്യമായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. കല്യാണം എന്ന് നടക്കയിൽ അറിയാത്തത് കൊണ്ട് ബുദ്ധിമാനായ പിതാവ് പെൺകുട്ടിയും അവളുടെ വീട്ടുകാരും അറിയാതെ ഒരു കാര്യസ്ഥനെയാക്കി വെക്കും. പണ്ടുകാലത്ത് നമ്മുടെയൊക്കെ ഇപ്പോഴും ഉണ്ട്. നമ്മുടെയൊക്കെ കല്യാണ വീടുകളിൽ രാത്രിയാകുമ്പോൾ തലേ ദിവസം പെൺകുട്ടി വീട് കാണാൻ പോകുന്നൊരു പരിപാടിയുണ്ട്. യഥാർത്ഥത്തിൽ പോകുന്ന വേറൊന്നുമല്ല, പെൺകുട്ടി ഉണ്ടോ എന്നറിയണം. ആമേൻ സ്തോത്രം. അത് കഴിഞ്ഞ് പോയെന്ന് അറിയണം. അതിനുവേണ്ടി പോകുന്നതാണ്. ആമേൻ രാത്രിയൊക്കെ ആകുമ്പോൾ രണ്ടു മൂന്ന് രഹസ്യമായിട്ടൊക്കെ പോയി കാപ്പിയെ കുടിച്ചിട്ട് വരും, പെണ്ണുണ്ടെന്ന് ഉറപ്പുവരുത്തിട്ട് വരാൻ വേണ്ടി പോകുന്നതാണ്. ആമേൻ സ്തോത്രം. കാരണം ഇന്നത്തെ കാലം അങ്ങനെയാണല്ലോ. ആമേൻ സ്തോത്രം. കല്യാണമൊക്കെ കഴിഞ്ഞ് ആമേൻ സ്തോത്രം അന്ന് രാത്രി ചിലപ്പോൾ ചാടിപ്പോകും. നേരത്തെ പോയി കൂടെ വരുന്നതെന്തോ. അപ്പോൾ അന്ന് രാത്രി പോയി ചിലപ്പോൾ ചാടിപ്പോകുന്നത്. ആമേൻ സ്തോത്രം. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ അച്ചാരമൊക്കെ കഴിഞ്ഞിട്ട് വിവാഹം എന്ന് നടക്കുന്ന അറിയാത്തത് കൊണ്ട് ആമേൻ സ്തോത്രം ബുദ്ധിമാനായ പിതാവ് ഇവർ ഈ പെൺകുട്ടിയോ വീട്ടുകാരോ അറിയാതെ ഒരു കാര്യസ്ഥനെ രഹസ്യമായിട്ട് വയ്ക്കും. ഈ പെൺകുട്ടി എവിടെ പോകുന്നു, എന്ത് പറയുന്നു, അവരുടെ കൂട്ടുകാരൊക്കെയാണ്, അവളുടെ സ്വഭാവം എന്തൊക്കെയാണെന്നൊക്കെ കാണുവാൻ ആമേൻ സ്തോത്രം. അത് പോയിട്ട് മണവാളന്റെ ഇഷ്ടം ഇതൊക്കെയാണെന്ന് അവളെ അറിയിക്കുവാൻ വേണ്ടി ഒരു കാര്യസ്ഥൻ ഉണ്ടായിരിക്കും. കാര്യസ്ഥൻ നേരിട്ട് പോകാതെ ആരെയെങ്കിലും ആൾവശം വിട്ട് ആമേൻ സ്തോത്രം ആ പെൺകുട്ടിയുടെ ദോഷം അല്ലെങ്കിൽ അവളുടെ സംസാരമോ പ്രവൃത്തിയോ അത് തെറ്റാണെങ്കിൽ അത് അങ്ങനെയല്ല, അങ്ങനെയാണെങ്കിൽ നിന്റെ മണവാളൻ ഇഷ്ടപ്പെടുകയില്ല എന്ന് അവളെ പറഞ്ഞു പഠിപ്പിക്കുവാൻ ഒരു കാര്യസ്ഥൻ ഉണ്ടായിരിക്കും. ആമേൻ സ്തോത്രം. ഈ കാര്യസ്ഥൻ ഓരോ ദിവസവും അവളുടെ കൂടെ നടന്ന് അവൾ അറിയാതെ അവളെ വാച്ച് ചെയ്തുകൊണ്ട് ആമേൻ സ്തോത്രം ഓരോ ദിവസവും അവളെ ആമേൻ സ്തോത്രം ശ്രദ്ധിച്ചുകൂടെ നടക്കും. എന്നിട്ട് അവളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മണവാളിന് ഇഷ്ടമില്ലാത്ത ജീവിത രീതികൾ ഉണ്ടെങ്കിൽ അവയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മടങ്ങി വരുവാൻ അവൾക്ക് പ്രബോധനം അയച്ചു കൊടുക്കും. ആമേൻ സ്തോത്രം. ഇത് അയച്ചു കൊടുത്തിട്ട് പല പ്രാവശ്യം അയച്ചു കൊടുത്തിട്ടും അവളത് കൈക്കൊണ്ടില്ല എങ്കിൽ, ചെവിക്കൊണ്ടില്ല എങ്കിൽ ആമേൻ സ്തോത്രം ഈ കാര്യസ്ഥൻ ഇങ്ങനെ പറയും, യജമാനനെ നമ്മുടെ പയ്യന് ഈ പെണ്ണ് ചേരുകയില്ല. ആമേൻ സ്തോത്രം. അവൻ അറിയിക്കും, നമ്മുടെ പയ്യന് ഈ പെൺകുട്ടി ചേരുകയില്ല, അവളുടെ സംസാരം ശരിയല്ല, ഞാൻ പല പ്രാവശ്യം ഉപദേശിച്ചു. അവളുടെ പോക്ക് ശരിയല്ല, ഞാൻ പല പ്രാവശ്യം ശാസിച്ചു. സ്തോത്രം. ഞാൻ പല പ്രാവശ്യം ആലോചന കൊടുത്തു, എന്നിട്ടും അവൾ മടങ്ങി വരുന്നില്ല. അതുകൊണ്ട് സ്തോത്രം ഇവളുമായിട്ട് നമ്മുടെ പയ്യന് വിവാഹം വേണ്ട എന്ന് പിതാവിനെ അറിയിക്കുമ്പോൾ സ്തോത്രം കാത്തിരിക്കുന്ന പെൺകുട്ടി അറിയാതെ വിവാഹം പിതാവ് മാറ്റിവെക്കും, അല്ലെങ്കിൽ അത് അസാധുവായി പോകും. ഈ പെൺകുട്ടി
പിന്നെയും വർഷങ്ങളോളം കാത്തിരിക്കും. പക്ഷെ അസാധുവായ കാര്യങ്ങൾ അറിയുന്നില്ല. ഇന്നും പലരും അങ്ങനെയാണ്. ആമേൻ സ്തോത്രം. മുദ്രമോതിരമൊക്കെ കയ്യിലുണ്ട്, കൊടുത്ത വസ്ത്രമൊക്കെ ഉണ്ടെങ്കിലും ആമേൻ സ്തോത്രം എന്നേ മണവാളൻ തള്ളിക്കടഞ്ഞ വിവാഹങ്ങളാണ്. ആമേൻ സ്തോത്രം. യാക്കോബ് ആമേൻ സ്തോത്രം യൂദാ പറയുന്നു, അവർ രണ്ടൊരു ചത്തും വേരറ്റും ഇല കൊഴിഞ്ഞും പോയ വൃക്ഷങ്ങൾ. ആമേൻ സ്തോത്രം. അവർ നിന്റെ ആഹാരത്തിൽ കിടക്കുന്ന കല്ലുകളാണ്. ആമേൻ സ്തോത്രം. അവരെ വെറുതെ നുരയ്ക്കുന്ന ആമേൻ പതകൾ പോലെയാണ് എന്നൊക്കെ ആമേൻ സ്തോത്രം യൂദാ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, അവൻ പരിശുദ്ധാത്മാവിന്റെ ആലോചന. അവൻ യേശു പറയുന്നത്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥാൻ വരികയില്ല. അങ്ങനെ വന്ന ഒരു കാര്യസ്ഥാൻ, സഭയാകുന്ന മണവാട്ടെ ഒരുക്കുവാൻ കടന്നു വന്ന കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നവൻ. അവൻ പരിശുദ്ധാത്മാവിന്റെ ജോലി സഭയാ മണവാട്ടിയെ ഒരുക്കുക എന്നുള്ളതാണ്. എങ്ങനെയാ ഒരുക്കേണ്ടത്? കറ, വാട്ടം, ചുളുക്കം മാലിന്യമില്ലാതെ അവളെ ഒരുക്കണം. നോക്കുക, എസ്തേറിന്റെ പുസ്തകം വായിക്കുമ്പോൾ എസ്തേറിന്റെ പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നത് ഒന്നാമത്തെ രാജ്ഞിയായിരുന്നു വസ്തി രാജ്ഞി. അവളെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ, അവൾ സുമുഖിയായിരുന്നു എന്ന് പറഞ്ഞാൽ അമ്മേ എന്തുകൊണ്ടും രാജ്ഞിയായിരിക്കുവാൻ സുന്ദരിയായിരുന്നു വസ്തി രാജ്ഞി. അവൻ അഹശ്വേരോശ് രാജാവ് അവൻ പാർസി രാജാക്കന്മാരെയൊക്കെ വിളിച്ച് ഒരു 7 ദിവസത്തെ വിരുന്നൊരുക്കുകയും അവൻ 7 ദിവസം വിരുന്ന് പിടിച്ച് ലഹരി പിടിച്ചിരുന്നപ്പോൾ അവന് അഹശ്വേരോശിന് ഒരു ആഗ്രഹം, തൻ്റെ ഭാര്യയുടെ സൗന്ദര്യം അവൻ ഇവിടെ കൂടി വന്നിരിക്കുന്ന രാജാക്കന്മാർ കാണണം, ഇവിടെ കൂടി വന്നിരിക്കുന്ന പ്രഭുക്കന്മാർ കാണണം, അവൻ വിശേഷപ്പെട്ട അതിഥികൾ കാണണം. അതുകൊണ്ട് അവൻ ഷണ്ണനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, അവൻ അന്തപുരത്തിൽ പോയി എൻ്റെ രാജ്ഞിയായിരിക്കുന്നു വസ്തിയെ അവൻ ഒരുക്കി കൊണ്ടുവരിക. ഒന്ന് കരമൊഴിച്ചാട്ടെ. ഹല്ലേലൂയ. വസ്തി രാജ്ഞിക്ക് ഇത് കേട്ടപ്പോൾ അത്ര പിടിച്ചില്ല. ആമേൻ സ്തോത്രം. ഇനി എൻ്റെ സൗന്ദര്യം കാണിക്കാൻ വേണ്ടി ഞാൻ ഒരുങ്ങി അവിടെ പോയി നിൽക്കണോ? ആമേൻ സ്തോത്രം. അതുകൊണ്ട് ആമേൻ അവളുടെ സൗന്ദര്യം വെച്ചുകൊണ്ട് എവിടെ ഇരുന്നു? അന്തപുരത്തിനകത്തിരുന്നു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ദൈവിക നന്മകളും അനുഗ്രഹവും നാം ധാരാളം പ്രാപിച്ചുവെങ്കിലും പലപ്പോഴും നമുക്കത് പുറത്തു പറയാൻ കഴിയാതെ ഇന്നും ഒരു മുറിക്കകത്ത് അങ്ങനെ അടഞ്ഞിരിക്കുകയാണ്. ആമേൻ സ്തോത്രം. പുറത്തിറങ്ങുവാനോ ദൈവം നൽകിയ നന്മകളെക്കുറിച്ച് പറയുവാനോ പലപ്പോഴും കഴിയാറില്ല. ഇനി പള്ളിയിൽ വന്നാലാണെങ്കിലോ, ഈ വേളാങ്കണ്ണി പള്ളിയിലേക്ക് മെഴുതിരെത്തിച്ച് കണ്ടിട്ടുണ്ടോ? ആമേൻ സ്തോത്രം. അത് അവിടെ നിന്ന് കത്തുന്നത് പോലെ അത് കത്തെങ്കിലും ചെയ്യും, കാറ്റടിച്ച് നാളെ അനങ്ങെങ്കിലും ചെയ്യും. നമ്മൾ പള്ളി വന്ന പിന്നെ ആരും കുലുക്കി നോക്കണം, അല്ലെങ്കിൽ പ്രവാചകൻ തലയൊക്കെ വെക്കണം, അല്ലാതെ പോയി അനക്കവുമില്ല. പാട്ടറിയാമെങ്കിലും വാതിറക്കുകയില്ല. പക്ഷേ കുടുംബയോഗത്തിന് പോകണം. ആമേൻ സ്തോത്രം. നമുക്ക് നൂറ്റാണ്ടുകളായിട്ടും ഒരു പള്ളിപ്പാട്ടും തീർത്തറിഞ്ഞുകൂടാ, ഒരു ആരാധന ഗീതവും തീർത്തറിഞ്ഞുകൂടാ. ആമേൻ സ്തോത്രം. പക്ഷേ ലോകത്തുള്ള ഏത് കാര്യം ചോദിച്ചാൽ നമ്മൾ പറയും ആമേൻ സ്തോത്രം എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം നമുക്കിതൊന്നും വലിയ കാര്യമുള്ളതല്ല. ആമേൻ സ്തോത്രം. പക്ഷേ ആമേൻ സ്തോത്രം വസ്തി രാജ്ഞി ഇതുപോലെയായിരുന്നു. അവളുടെ സൗന്ദര്യം വെച്ചുകൊണ്ട് അന്തപുരത്തിനകത്തിരുന്നു. രാജാവിന് കോപമുണ്ടായി. ആമേൻ രാജാവ് അവളുടെ രാജ്ഞി സ്ഥാനം എടുത്തു മാറ്റി. എന്നിട്ട് പറഞ്ഞു, ആമേൻ സ്തോത്രം, എനിക്ക് പുതിയൊരു രാജ്ഞിയെ വേണം. ആമേൻ സ്തോത്രം. രാജ്ഞി എന്ന് പറഞ്ഞാൽ ആമേൻ അങ്ങനെ ആപ്പാളും കൊണ്ടുപോകാൻ പറ്റുകയില്ല. ആമേൻ സ്തോത്രം. രാജാവിന് കണ്ടാൽ അപ്പോൾ തന്നെ ബോധ്യമുണ്ടാകണം, അവൻ സൗന്ദര്യമുണ്ടായിരിക്കണം, ആകൃഷ്ടം തോന്നും, പ്രേമം തോന്നണം. അവൻ അത്രയും സൗന്ദര്യമുള്ളവളെ മാത്രമേ അവൻ രാജ്ഞിയായിട്ട് അംഗീകരിക്കുവാൻ പറ്റുകയുള്ളൂ. അവൻ അങ്ങനെ പോയ കൂട്ടത്തിൽ ആമേൻ സ്തോത്രം മൊർദെഖായിയുടെ കൊച്ചപ്പന്റെ മകള് ആമേൻ സ്തോത്രം എസ്തേർ ഉണ്ടായിരുന്നു. ആമേൻ എസ്തേറിനെ കൂടെ ആമേൻ സ്തോത്രം അനേക പെൺകുട്ടികളെ തിരഞ്ഞെടുത്തിട്ട് ആമേൻ സ്തോത്രം 1 വർഷം അവൾ അന്തപുരത്തിനകത്തായിരുന്നു. കരമൂശാട്ടെ. ഹല്ലേലൂയ. അവൻ 1 വർഷം അവൾ അന്തപുരത്തിനകത്തായിരുന്നു. 6 മാസം മോറും തൈലവും 6 മാസം സുഗന്ധവർഗവും തേച്ച് അവൾ അവളുടെ ശരീരത്തെ അവൻ ശുദ്ധീകരിക്കുകയായിരുന്നു. എന്തെന്നറിയാമോ? കറ ഉണ്ടാകാൻ പാടില്ല, അവൻ ചുണങ്ങുണ്ടാകാൻ പാടില്ല, അവൻ നിസ്സാരം പറഞ്ഞ തേമൽ പോലും ഉണ്ടാകാൻ പാടില്ല. അവൻ സ്തോത്രം അത്രത്തോളം തൻ്റെ ശരീരത്തെ അവൻ തൈലങ്ങൾ പൂശി, ലേപനങ്ങൾ പൂശി, അവൻ രാജകീയ വിധിപ്രകാരം തൻ്റെ സൗന്ദര്യത്തെ ഒരുക്കിക്കൊണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് 1 വർഷം അവൾ അന്തപുരത്തിനകത്തായിരുന്നു. അവൻ വായിച്ച വാക്യം എങ്ങനെയാണ്? അന്തപുരത്തിൽ രാജ്ഞി ശോഭ പരിപൂർണയാകുന്നു. അല്ലാതെ വിശുദ്ധ വസ്ത്രം ധരിച്ചിട്ട് വെയിലും കൊണ്ട് തേരാപാരം നടന്നാൽ ശോഭ പരിപൂർണയാകുകയില്ല. ആമേൻ. നീ തേക്കേണ്ട തൈലം തേക്കണം, നീ തേക്കേണ്ട വിധി ആചരിക്കണം. ആമേൻ സ്തോത്രം. അത് ചെയ്യാതെ
ആമേൻ സ്തോത്രം തോന്നിയ വാക്കിന് നടന്നാൽ ആമേൻ അന്തപുരത്തിലെ രാജ്ഞി ശോഭ പരിപൂർണയാവുകയില്ല. അവൾ ശോഭ പരിപൂർണയാകണമെങ്കിൽ അവിടുത്തെ വിധി അങ്ങനെയായിരുന്നു. 6 മാസം മൂറിന്തൈലവും 6 മാസം സുഗന്ധവർഗവും തേച്ച് അവൾ അവിടെ ശരീരത്തെ ആമേൻ സ്തോത്രം അത്രയും അവൻ തിളങ്ങത്തക്കവണ്ണം ആമേൻ സ്തോത്രം ഒരു മറുക് പോലും ഇല്ലാതെ വണ്ണം ആമേൻ സ്തോത്രം സൗന്ദര്യവതിയാക്കി അവൻ സർവാംഗ സുന്ദരിയാക്കി അവൻ ഒരു പ്രഭാതമായപ്പോൾ ഷണ്ണൻ അവളെ രാജധാനിയിൽ കൂട്ടിക്കൊണ്ടുവന്നു. വചനം പറഞ്ഞ് ഇങ്ങനെയാണ്, അവളെ കണ്ടപ്പോൾ തന്നെ അഗശ്വരസ് രാജാവിന് അവളിനോട് പ്രേമം ഇഷ്ടം തോന്നി. അവൻ അങ്ങനെയെങ്കിൽ കാന്തനാകുന്ന മണവാളൻ ക്രിസ്തു കടന്നു വരുമ്പോൾ സഭയാകുന്ന മണവാട്ടി നീ അവൻ ഞാനും അവൻ എത്രത്തോളം അവൻ ആത്മാവിന്റെ അഭിഷേകത്തിലും നിറവിലും കൃപാവരങ്ങളാൽ നിറഞ്ഞു തന്നെ ഒരുക്കി അവൻ കറ വാട്ടം കളങ്കമില്ലാതെ മാലിന്യമില്ലാതെ ചുളുക്കമില്ലാതെ അവൻ അവളെ കാത്തിരിക്കുവാൻ തയ്യാറാകണമെന്ന് അവൻ സ്തോത്രം പരിശുദ്ധാത്മാ പ്രബോധനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. സമയമായപ്പോൾ അവളെ ആമേൻ സ്തോത്രം പുറത്തു കൊണ്ടുവന്നു. അന്തപുരം വിട്ടോ പുറത്തു വന്നു. രാജാവിന് അവളെ ഇഷ്ടം തോന്നിയപ്പോൾ അവൾ പറഞ്ഞിങ്ങനെ അവളെ രാജകീയമാകുന്ന കിരീടമണിയിച്ചു. രാജ്ഞി സ്ഥാനം വസ്തിയിൽ നിന്ന് മാറി ആമേൻ സ്തോത്രം എസ്തേറിലേക്ക് പോയി. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രി നീ ചിന്തിക്കണം. ആമേൻ സ്തോത്രം. നീ അന്യഭാഷ പറഞ്ഞിരിക്കാം, നീ സ്നാനപ്പെട്ടിരിക്കാം, നീ തിരുവത്താഴം എടുത്തിരിക്കാം. ആമേൻ. പക്ഷേ മണവാളന ക്രിസ്തുവിന്റെ വ്യവസ്ഥ നീ ഒരുങ്ങിയില്ല എങ്കിൽ നീ പുറന്തള്ളപ്പെട്ടു പോകും. പകരം മറ്റൊരു എസ്തേറിനെ അവിടെ രാജ്ഞിയായിട്ട് കൊണ്ടുവരും. നീ ഇവിടെ കാത്തിരിക്കും, ഞാൻ രാജ്ഞിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇല്ല നീ കൈവിടപ്പെട്ടു പോകും. ആമേൻ സ്തോത്രം. ചിലരൊക്കെ ഇങ്ങനെ പഠിപ്പിക്കാറുണ്ട്. ആമേൻ സ്തോത്രം. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പോയാലും കുഴപ്പമില്ല. ആമേൻ സ്തോത്രം. അവസാനമാകുമ്പോൾ കർത്താവ് നിന്നെ ശുദ്ധീകരിച്ച മുകളിലേക്ക് എടുത്തോളുമെന്ന്. ആമേൻ സ്തോത്രം. എനിക്കത് മനസ്സിലാകുന്നില്ല. ഞാൻ ബൈബിൾ വായിച്ചിട്ട് അങ്ങനെ ഒരു വാക്യം എടുത്തും കണ്ടുമില്ല. ആമേൻ സ്തോത്രം. അങ്ങനെയെങ്കിൽ പിന്നെ വിശുദ്ധിയോടെ കാത്തിരിക്കുന്നവർക്ക് മണ്ടന്മാരല്ലേ? ആമേൻ സ്തോത്രം. വചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം ജീവിക്കുന്നവരൊക്കെ മണ്ടന്മാരല്ലേ? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അവർക്ക് പലതും നേടാമായിരുന്നിട്ടും പലതും പ്രാപിക്കാമായിരുന്നിട്ടും പലതും അനുഭവിക്കാമായിരുന്നിട്ടും ആമേൻ ക്രിസ്തുവിന്റെ രക്തം നിമിത്തം അതൊക്കെ വേണ്ട എന്ന് വെച്ച് ഇറങ്ങിത്തിരിച്ചവൻ അവൻ തോന്നിയതുപോലെ നടന്നിട്ട് യേശു വരുമ്പോൾ ശുദ്ധീകരിച്ചെടുക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വ്യവസ്ഥ വചനത്തിൽ കാണുവാൻ കഴിയുന്നില്ല. ആമേൻ സ്തോത്രം. ഒരു രാത്രികാലം ചോരത്തളി ആചരിച്ച് പെസഹ ആചരിച്ച് കുഞ്ഞാരത്തം ആമേൻ സ്തോത്രം കട്ടളക്കാലം കുർബാന പുരട്ടിക്കൊണ്ട് ചെങ്കടൽ കടന്നു വന്ന 6 ലക്ഷം പേരിൽ 2 പേരല്ലാതെ കനാലിൽ കാല് വെച്ചില്ല. ആമേൻ സ്തോത്രം. അവരെന്താ മഞ്ഞ കഴിക്കാത്തവരാണോ? അവരെന്താ പാറയിലെ വെള്ളം കുടിക്കാത്തവരാണോ? അവർ മേഘത്തിന് കീഴെ നടക്കാത്തവരാണോ? ആമേൻ സ്തോത്രം. അവർ അത്ഭുതം കാണാത്തവരാണോ? ആമേൻ സ്തോത്രം. അവർ ചോരത്തളി ആചരിക്കാത്തവരാണോ? ഇല്ല. അവരുടെ യാത്ര ദൈവത്തോട് മറുതലിച്ചപ്പോൾ വെറുത്തപ്പോൾ അവൻ വാഗ്ദത്തത്തിന് അവകാശമാക്കുവാൻ കഴിഞ്ഞില്ല. അവൻ എബ്രാഹിം പറഞ്ഞ് ഇങ്ങനെയാണ്, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് പിന്മാറിപ്പോയാൽ പിന്നെ അവൻ മടക്കിക്കൊണ്ടുവരുവാൻ പിന്നെ ഒരു യാഗവും ശേഷിക്കുന്നില്ലേ ഇല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ ഒരു യാഗവുമില്ല. ആമേൻ സ്തോത്രം. തെറ്റിപ്പോയാൽ പോക്കാണ്. ആമേൻ സ്തോത്രം. പിന്നെ നിന്നെ ശുദ്ധീകരിച്ച് കൊണ്ടുപോകാൻ അവിടെ ദൈവത്തിന് വേറെ ജോലിയില്ല. ആമേൻ സ്തോത്രം. വേറെ ആളില്ലാത്തതുപോലെയാണ്. ആമേൻ സ്തോത്രം. വസ്തിയെ നീ ഇല്ല എങ്കിൽ നിനക്ക് വരെ എത്രമാണെന്നറിയാമോ? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ സ്തോത്രം. നമുക്ക് നമ്മെ തന്നെ കാത്തിരിക്കുവാൻ കഴിയണം. ആമേൻ. നമ്മെ തന്നെ ഒരുക്കി മണവാളനെ കാത്തിരിക്കുവാൻ കഴിയണം. ആമേൻ സ്തോത്രം. ഇനി ഈ രാജകുമാരി എന്ന് പറയുന്ന പെൺകുട്ടി അവൾ പോകുന്ന ഇടത്തൊക്കെയും ആമേൻ സ്തോത്രം ഒറ്റ ദിവസം കൊണ്ട് കണ്ട തൻ്റെ മണവാളിനെ കുറിച്ച് പറയണം. ആമേൻ. കൂട്ടുകാർ കൂടുമ്പോൾ ആമേൻ ബന്ധുക്കൾ കൂടുമ്പോൾ എൻ്റെ മണവാളൻ അങ്ങനെയാണ്, അവൻ്റെ നിറം ഇതാണ്, അവൻ്റെ സംസാര രീതി ഇതാണ്, അവൻ നടക്കുന്നത് ഇങ്ങനെയാണ്, അവൻ ചിരിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ്റെ തലമുടി ഇങ്ങനെയാണ്, അവന്റെ പല്ലുകൾ അങ്ങനെയാണ് എന്നൊക്കെ മണവാളിനെ കുറിച്ച് വർണ്ണിക്കണം. ഇതിങ്ങനെ പറയുമ്പോൾ അവർ ചോദിക്കും, അല്ലയോ രാജകുമാരി, നീ ഇത്രത്തോളം വർണ്ണിക്കുവാൻ, ഇത്രത്തോളം പറയുവാൻ നിന്റെ പ്രിയന് മറ്റ് പ്രിയന്മാരിൽ എന്താണ് വിശേഷത? അവന് ഇത്രത്തോളം പ്രസംഗിക്കുവാൻ, ഇത്രത്തോളം സാക്ഷിക്കുവാൻ, ഇത്രത്തോളം പാടുവാൻ, ഇത്രത്തോളം കൈയടിച്ച് ആരാധിക്കുവാൻ മറ്റു പ്രിയന്മാരിൽ നിന്ന് നിന്റെ പ്രിയൻ എന്താണ് വിശേഷത? ആമേൻ സ്തോത്രം. നോക്കുക, ശലോമോൻ രാജാവ്
ആമേൻ സ്തോത്രം ധാരാളം ഭാര്യമാരും വെപ്പാട്ടിമാരും ഉണ്ടായിരുന്നു എങ്കിലും ആമേൻ സ്തോത്രം അവൻ ഒരിക്കൽ യാത്ര പോകുമ്പോൾ ആമേൻ സ്തോത്രം ശൂരേങ്കാരത്തിയെ കണ്ടു. അവൾ ആട് മേയ്ക്കുന്നവളായിരുന്നു. ആമേൻ സ്തോത്രം അവൾക്കൊരു കാമുകൻ ഒരു ഇടയച്ചെറുക്കനും ഉണ്ടായിരുന്നു. പക്ഷേ ആമേൻ സ്തോത്രം ഇവളുടെ സൗന്ദര്യം കണ്ടപ്പോൾ ആമേൻ സ്തോത്രം ഹാലിൽ വെയിൽ കണ്ട് കറുത്തവളെങ്കിലും അവളുടെ സൗന്ദര്യം കണ്ടപ്പോൾ ശലോമോൻ രാജാവിന് അവളോട് പ്രേമം തോന്നി, ഇഷ്ടം തോന്നി. ആമേൻ സ്തോത്രം അവൻ വീട്ടിലെത്തിയിട്ട് കൊട്ടാരത്തിലെത്തിയിട്ട് തൻ്റെ കിങ്കന്മാരെ അയച്ച് തൻ്റെ പടയാളികളെ അയച്ച് അവളെ പിടിച്ചുകൊണ്ടുവന്ന് തടവിലാക്കി. ആമേൻ സ്തോത്രം അവൾ തടവിലിരിക്കുമ്പോഴും ആമേൻ സ്തോത്രം നോക്കുക, ഉത്തമഗീത 5-ാമത്തെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. അവൾ തടവിലിരിക്കുമ്പോഴും ആമേൻ സ്തോത്രം അവൾക്ക് പറയുവാനുള്ള ഒരേ ഒരു കാര്യം ആമേൻ സ്തോത്രം കറുത്തവനായ ഇരുണ്ട നിറമുള്ളവനായ തൻ്റെ ഇടയച്ചെറുക്കനായ തൻ്റെ കാമുകനെ കുറിച്ചായിരുന്നു, തൻ്റെ പ്രേമഭാജനത്തെ കുറിച്ചായിരുന്നു. ഇതിങ്ങനെ പറയുമ്പോൾ അവളോട് കൂടെ തോഴിമാർ ചോദിച്ചു, എന്താണ് നിന്റെ പ്രിയന്റെ പ്രത്യേകത? ആമേൻ സ്തോത്രം ശലോമോൻ രാജാവിനില്ലാത്ത ഇത്രയും ദന്തനിർമ്മിത പല്ലക്കുള്ള ആമേൻ സ്തോത്രം മൃഗങ്ങളുടെ ഭാഷ സംസാരിക്കുവാൻ കഴിയുന്ന ബുദ്ധിയുള്ള സാമർഥ്യമുള്ള പരിജ്ഞാനമുള്ള ആമേൻ സ്തോത്രം ഇത്രയും ശലോമോൻ ഇവിടെ ഉള്ളപ്പോൾ ഈ ശലോമോനേക്കാളും നിന്റെ ഇടയച്ചെറുക്കൻ എന്താണ് വിശേഷത? ആമേൻ സ്തോത്രം അവൻ പറയുകയാണ്, എന്റെ പ്രിയൻ അവൻ വെണ്മയും ചുമപ്പുമുള്ളവൻ. ആമേൻ സ്തോത്രം അവന്റെ കുറുനിരകൾ കറുത്തതാണ്. ആമേൻ സ്തോത്രം അവന്റെ സ്തോത്രം പല്ലുകൾ കുളിച്ചു കയറി വന്ന ആടിനെ പോലെ വെളുത്തതാണ്. അവന്റെ അണ്ണാക്കിൽ തേന്മധുരമുണ്ട്. അവന്റെ വാക്കുകൾ നല്ല വാക്കുകളാണ്. ആമേൻ സ്തോത്രം അവന്റെ കൈകൾ, അവന്റെ കാലുകൾ, അവന്റെ തലമുടി, ഇതിനെ കുറിച്ചൊക്കെ ഈ ശൂരങ്കാരത്ത് വർണ്ണിക്കുവാൻ തുടങ്ങി. സഭയാകുന്ന മണവാട്ടിയുടെ പ്രത്യേകത തൻ്റെ കാന്തനെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് അവന്റെ സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് ഒരിക്കൽ യെശയ്യാവ് ഇങ്ങനെ വർണ്ണിച്ചു, അവൻ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനായിരുന്നു, അവൻ രോഗം ശീലിച്ചവനായിരുന്നു, അവൻ ചാട്ടവാർ അടിയേറ്റ് അവന്റെ ശരീര രോഗം സ്തോത്രം അവൻ ചാട്ടവാറിന്റെ അടികൊണ്ട് അവന്റെ ശരീരങ്ങൾ പിഞ്ചു പറഞ്ഞ് അവന്റെ അസ്ഥികൾ വെളിയിൽ കാണത്തൊക്കെ വണ്ണം, അവന്റെ ആന്തരിക വെളിയിൽ കാണത്തൊക്കെ വണ്ണം ആമേൻ സ്തോത്രം ഹല്ലേലൂയ മുറിവേറ്റവനായി രോഗം ശീലിച്ചവനായി കണ്ടാൽ ഇത് ആളാണോ തോന്നത്തക്കവണ്ണം കാൽവരി ക്രൂശിൽ ഒരു വനിത രണ്ട് കൈകളെ വിരിച്ചു കിടക്കുന്നുണ്ട്. ആമേൻ സ്തോത്രം ശ്വാസം എന്ന് പറയുവാൻ അവന്റെ ഹൃദയത്തിൽ ചെറിയ വെടിപ്പ് മാത്രമേ ഉള്ളൂ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവന്റെ മുഖമെന്ന് പറയുവാൻ അടികൊണ്ട് വേർത്ത് മുഖരമം പിടിച്ച് വലിച്ചു പറിച്ച് തുപ്പലേറ്റ് കരുവാളിച്ച് ഒരു മുഖത്തോടുകൂടി ഒരുവൻ കിടക്കുന്നുണ്ട്. അവനെ കുറിച്ച് വർണ്ണിച്ചാൽ അവനൊരു വികൃത രൂപിയായിരുന്നു. മറ്റേ ശൂലേങ്കാരത്തി കണ്ടപ്പോൾ പറയുകയാണ്, എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ. ആമേൻ സ്തോത്രം പത്മോസിന്റെ ഏകാന്തിരുന്നു കൊണ്ട് യോഹന്നാൻ അവനെ കുറിച്ച് കണ്ടപ്പോൾ അവന്റെ മുഖത്ത് മുറിവില്ലായിരുന്നു, അവന്റെ കയ്യിൽ ആണിപ്പാടില്ലായിരുന്നു, അവന്റെ ശരീരത്തിൽ കുരിശില്ലായിരുന്നു, അവന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, മാറത്ത് മുൻകച്ചയണിഞ്ഞവൻ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവൻ. ആമേൻ സ്തോത്രം. ആ യേശുവിനെ യോഹന്നാൻ പരിശുദ്ധാത്മ കണ്ടുകൊണ്ട് അങ്ങനെ വർണ്ണിക്കുവാൻ തുടങ്ങി. ആമേൻ സ്തോത്രം. സഭയാകുന്ന മണവാട്ടിയുടെ ജോലി തന്റെ കാന്തനാകുന്ന മണവാള ക്രിസ്തുവിനെ ആമേൻ സ്തോത്രം ഓർക്കുക, അവനെ കുറിച്ച് ധ്യാനിക്കുക, അവന്റെ സൗന്ദര്യത്തെ ആമേൻ സ്തോത്രം വർണ്ണിക്കുക എന്നുള്ളതാണ്. ആമേൻ സ്തോത്രം. ഇന്ന് പകൽ ഈ രാത്രികാലം ആമേൻ സ്തോത്രം നാം വിശുദ്ധിയോടെ അവന് വേണ്ടി കാത്തിരിക്കാം, വൃത്തിയോടെ അവന് വേണ്ടി കാത്തിരിക്കാം. വചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം നമ്മെ തന്നെ ഒരുക്കി അവനായി കാത്തിരിക്കാം. വെളിപ്പാട് പറഞ്ഞ് ഇങ്ങനെയാണ്, ഞാൻ പുതിയ യെരൂശലേം നഗരം കണ്ടു. എങ്ങനെ കണ്ടത്? ആമേൻ സ്തോത്രം. മണവാളിന് വേണ്ടി ഒരുക്കപ്പെട്ട മണവാട്ടിയെ പോലെ അവ സ്വർഗ്ഗം ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അതിന്റെ വീഥികൾ സ്വച്ഛ സ്ഫടിക തങ്ക തുല്യ നിർമ്മിതമായിരുന്നു. ആമേൻ സ്തോത്രം. അതില് ആമേൻ സ്തോത്രം രത്നങ്ങൾ നിർമ്മിതമായിരുന്നു. ആമേൻ സ്തോത്രം. അതിന് ജലനദി ഉണ്ടായിരുന്നു. അതിന്റെ ഇരുകരയും ജീവവൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യാശയുടെ ഭക്തൻ അവന്റെ നിത്യതയെക്കുറിച്ച് വർണ്ണിക്കുവാൻ സാധ്യമായി തീർന്നു. ഇന്ന് പകൽക്കാലം
ആമേൻ സ്തോത്രം നാമും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ അവന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാം. ഒരു കാര്യസ്ഥൻ നമ്മോടൊപ്പമുണ്ട്. അവന്റെ ജോലി നമ്മെ കറയില്ലാതെ, വാട്ടമില്ലാതെ, മാലിന്യമില്ലാതെ, കളങ്കമില്ലാതെ മണവാളന്റെ വരവിന് വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ്. ആമേൻ ഇന്ന് രാത്രികാലം നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും ആമേൻ സ്തോത്രം നമ്മുടെ ആമേൻ പുറമേയുള്ള ഒരുക്കത്തിന് വേണ്ടിയല്ല, അവൻ നമ്മുടെ വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി ശുദ്ധീകരിച്ചുകൊണ്ട് ആമേൻ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ. കർത്താവിന്റെ കാഹളം ആമേൻ കാതുകളെ ധ്വനിക്കണമെങ്കിൽ, ആമേൻ സ്തോത്രം നാം പറന്നു പോകണമെങ്കിൽ, നാം ഒരു ശുദ്ധ മണവാട്ടിയെ പോലെ ഓരോ ദിവസവും അവന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്നവരായിരിക്കണം. സങ്കീർത്തനം വെച്ച് ഇങ്ങനെയാണ്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അന്തപുരത്തിലെ രാജകുമാരി ശോഭാ പരിപൂർണയാകുന്നു. അവൻ അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അപ്പോൾ സഭയാകുന്ന മണവാട്ടിയെ ഒരു ദിവസം രാജസന്നിധിയിൽ കൊണ്ടുവരും. റെബേക്കയെ കൊണ്ടുവന്നപ്പോൾ എലിയാസർ കൊണ്ടുപോയ വസ്ത്രങ്ങൾ ധരിച്ച്, ആഭരണങ്ങൾ ധരിച്ച് ഒട്ടകപ്പുറത്ത് കയറ്റി അവളെ കൊണ്ടുവന്നു. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അമ്മയുടെ വേർപാട് നിമിത്തം ദുഃഖം ആചരിച്ചുകൊണ്ട് അവൻ വെളിമ്പ്രദേശത്തായിരുന്ന ഇസഹാക്കിനെ കണ്ടപ്പോൾ അവൾ ഒട്ടകപ്പുറത്ത് ഇറങ്ങിയിട്ട് അവളുടെ ശിരസ്, അവളുടെ മുഖം ആമേൻ സ്തോത്രം വസ്ത്രം കൊണ്ട് മൂടിയിട്ട് ആമേൻ സ്തോത്രം ഇസഹാക്കിന്റെ അടുക്കലെത്തി ഞാൻ നിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് അവന് കീഴ്പ്പെട്ടെന്ന് കാണുവാൻ കഴിയും. ആമേൻ സ്തോത്രം സഭയുടെ ജോലി കാന്തനാകുന്ന മണവാളിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ ആ ഒരുക്കം എന്നുള്ളത് നമ്മുടെ ആത്മീയ ഒരുക്കമാകട്ടെ, നമ്മുടെ ഭൗതിക ഒരുക്കമാകട്ടെ. ആമേൻ സ്തോത്രം അതോടൊപ്പം നമുക്ക് ദൈവം നൽകിയ കടമകളും ഉത്തരവാദിത്തങ്ങളും മറന്നു കളയാതെ, ആമേൻ സ്തോത്രം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നപ്പോഴും അവന് കുടുംബമുണ്ടായിരുന്നു, അവൻ മക്കളുണ്ടായിരുന്നു, അവന് ഭാര്യയുണ്ടായിരുന്നു, അവന്റെ കുടുംബം നേരാമണ്ണം നോക്കിയിരുന്നു. അതുകൊണ്ട് ആമേൻ സ്തോത്രം നീ നിന്റെ കുടുംബത്തെ മറന്നു, അപ്പനെ അമ്മയെ മറന്നു ദൈവവേല ചെയ്യുവാൻ വ്യവസ്ഥ വചനം പറയുന്നില്ല. അവൻ വചനം പറയുന്നു, ആദ്യം നിന്റെ കുടുംബത്തിൽ മാതൃക കാണിക്കണം, അവൻ അവിടെ സുവിശേഷം അറിയിക്കണം, അവൻ അവിടെ നീ നിന്നെ തന്നെ കാണിച്ചിട്ട് വേണം ആമേൻ സ്തോത്രം പുറത്തേക്ക് ഇറങ്ങുവാൻ. ആമേൻ ഇന്ന് രാത്രികാലം ആമേൻ സ്തോത്രം ഈ ഉപവാസവും പ്രാർത്ഥനയും നമ്മെ തന്നെ ഒരുക്കുന്ന ഒരു ഉപവാസമായി തീരട്ടെ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ സ്തോത്രം തൊണ്ടകീറി വിളിച്ച് ആമേൻ നിങ്ങളെ ദൂത് പറഞ്ഞ് കൈയടിപ്പിച്ച് പോകുന്നത് അത് ശരിയായൊരു പരിപാടിയല്ല. ആമേൻ നാം എത്രയോ ദൂത് കേട്ടു, എത്രയോ കൈയടിച്ചു, എത്രയോ അന്യഭാഷ പറഞ്ഞു, എന്നിട്ടും നിനക്കോ നിന്റെ കുടുംബത്തിനോ സമാധാനമോ സ്വസ്ഥതയോ ഉണ്ടോ? ആമേൻ സ്തോത്രം വചനപ്രകാരം വ്യവസ്ഥ പ്രകാരം നീ നിന്നെ ഒരുക്കുക. ആമേൻ സ്തോത്രം യേശു പറയുന്നു, ലോകം തരാത്ത സമാധാനം ഞാൻ നിനക്ക് തരാം. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നാം ചിന്തിച്ചതുപോലെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ സ്തോത്രം അന്തപുരത്തിലെ രാജ്ഞി ശോഭ പരിപൂർണയാകുന്നു. ആമേൻ സ്തോത്രം രാജ്ഞിയാകേണ്ടവൾ ആമേൻ അന്തപുരം വിട്ട് പുറത്തു വരുന്നത് വരെ അവൾ അന്തപുരത്തിനകത്തായിരിക്കണം. പുറത്തെന്ത് നടന്നാലും അവൾക്ക് ബാധകമല്ല. അവൾ അന്തപുരത്തിനകത്തായിരിക്കണം. ആമേൻ സഭയ്ക്കകത്തായിരിക്കണം. സഭയൊരു തോട്ടമാണ്, കെട്ടിയടക്കപ്പെട്ട നീറവാണ്. അതിനൊരു വേലയുണ്ട്, അതിനൊരു നിയമമുണ്ട്, അതിനൊരു വ്യവസ്ഥയുണ്ട്. സഭ ഭരിക്കലും ഒരു കെട്ടഴിഞ്ഞ പുസ്തകമല്ല, അതിനൊരു നിയമവും അതിനൊരു വ്യവസ്ഥയുമുണ്ട്. ആമേൻ സ്തോത്രം. നീ അമ്മ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ, രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ അമ്മ നിനക്ക് ചലിക്കുവാൻ ഒരു വചന വ്യവസ്ഥയുണ്ട്. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ട് പോകുവാൻ വചനം വ്യവസ്ഥ പറയുന്നില്ല. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രികാലം ആമേൻ സ്തോത്രം വചനം വായിച്ചതുപോലെ ആമേൻ അന്തപുരത്തിലെ രാജ്ഞി അവൾ ശോഭ പരിപൂർണയാകുന്നു. ഒരിക്കൽ അവളെ അന്തപുരം വിട്ട് പുറത്തേക്ക് കൊണ്ടുവരും. എന്തിനെന്നറിയാമോ? ഒരു വിവാഹം നടത്തുവാൻ വേണ്ടി. ആമേൻ സ്തോത്രം. അങ്ങനെയെങ്കിൽ ആമേൻ കുഞ്ഞാടിന്റെ കല്യാണം അടുത്തിരിക്കുന്നു. കാന്തയാകുന്ന മണവാട്ടി സഭയും തന്നെ ഒരുക്കിയിരിക്കുന്നല്ലോ. ഇന്ന് രാത്രികാലം ആമേൻ സ്തോത്രം ഈ വചനങ്ങളാലും അവൻ ഈ ആലോചനകളാലും നമ്മെ തന്നെ ഒരുക്കി ആമേൻ സ്തോത്രം വരവിനായിട്ട് അവൻ കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ നമുക്കും പറന്നു പോകുവാൻ അവനെ എതിരേൽക്കുവാൻ മുഖാന്തരമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളും ഞാനും കാത്തിരിക്കുന്ന ഒരു പ്രത്യാശ, അത്ഭുതം കാണുന്നതിലല്ല വാസ്തവത്തിൽ ദൈവരാജ്യം. വസ്ത്രം വെള്ള ഉടുക്കുന്നതിലല്ല കാര്യം, മീശ എടുക്കുന്നതിലുമല്ല കാര്യം, സ്നാനപ്പെടുന്നതിലുമല്ല കാര്യം, അന്യഭാഷ പറയുന്നതിലും അല്ല കാര്യം.
ആണോ? അല്ല. ഒരു പഴയ മനുഷ്യൻ നമ്മളിൽ നിന്ന് വാസ്തവമായി മരിക്കണം. പഴയ മനുഷ്യൻ മരിക്കാത്തതൊന്നും, ഗോതമ്പ് മണി നിലത്ത് വീഴുന്നു, അത് ചാകുന്നില്ല എങ്കിൽ പുതിയതൊന്ന് വരികയില്ല. പഴയ മനുഷ്യൻ വാസ്തവമായിട്ട് ക്രൂശിച്ചാൽ, വാസ്തവമായിട്ട് പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞാൽ, പറയുന്നത് എങ്ങനെ ഉരിഞ്ഞു കളയണം? അവൻ്റെ പ്രവൃത്തിയോട് കൂടെ ഉരിഞ്ഞു കളയണം. സ്തോത്രം. എങ്കിൽ കളങ്കവും കോട്ടവും മാലിന്യവുമില്ലാത്ത മണവാട്ടിയെ ചേർക്കാൻ മണവാളൻ വരും. ദൈവനെ സ്നാനപ്പെടുന്നതിലല്ല കാര്യം, ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി എൻ്റെ അകത്തെ മനുഷ്യൻ, ദൈവിക മനുഷ്യൻ, ദൈവത്തോട് ചേരേണ്ട മനുഷ്യൻ നാൾക്ക് നാൾ ബലം പ്രാപിച്ചുകൊണ്ട് ഞാൻ വിശുദ്ധനായിട്ട് അകത്തെ മനുഷ്യൻ ജീവിക്കുന്നു എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ കടമയാണ്. സ്നാനപ്പെട്ടത് കൊണ്ട് സ്വർഗത്തിൽ പോകുമെന്നല്ല, വാസ്തവമായിട്ട് ഞാൻ ഈ ലോകത്തെ വെറുത്തുകൊണ്ട് ലോകത്തിലുള്ളതിനെ ത്യജിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കേണ്ടെന്നല്ല, വസ്ത്രം ധരിക്കേണ്ടെന്നല്ല, വിവാഹത്തിന് പോകണ്ടെന്നല്ല, വീട് വയ്ക്കേണ്ടെന്നല്ല, വാഹനം വാങ്ങണ്ടെന്നല്ല. ഇതെല്ലാം വേണം. പക്ഷെ ഇതെല്ലാം ഇവിടെ ഇടാത്ത ഒരു മനോഹര ദേശത്ത് ഒരു അളവ് നൂൽ വീണ് എനിക്കും നിങ്ങൾക്കൊരു ഭവനം പണിയുന്നു. എത്ര ഉറച്ചു നിന്നാലും ഒരു ശ്വാസമാകുന്ന മനുഷ്യൻ, എത്രത്തോളം ബലത്തോടുകൂടി നിന്നാലും ഒരു നിഴലായ ഒരു മനുഷ്യൻ. എപ്പോഴാണ് ഈ കാന്ത ഇവിടെ നിന്ന് എടുക്കപ്പെടുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ എടുക്കപ്പെടുമ്പോൾ നിത്യത കരസ്ഥമാക്കിക്കൊണ്ട് സഞ്ചരിക്കുന്ന ഒരു ആത്മസാന്നിധ്യം നിങ്ങൾ പ്രാപിച്ചു. ഓരോ ദിവസവും റൈറ്റാണ്, ഞാൻ റൈറ്റാണ്. നിങ്ങൾ നേരത്തെ കഴിച്ചു. 1 കൊരിന്ത്യർക്ക് ലേഖനത്തിൽ പറയുന്നുണ്ട്, കുറേ ലക്ഷം ജനം സ്നാനപ്പെട്ടു കർത്താവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിച്ചു. അതിൽ എല്ലാവരും മരുഭൂമിയിൽ പട്ടു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പം 2000-ലധികം വർഷം സ്തോത്രം യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പറയുന്നു. കർത്താവിന്റെ വരവ് 2024 വർഷങ്ങൾക്ക് മുമ്പ് യേശു ഭൂമിയിൽ വന്നു. അതിന് മുമ്പേ യുഗം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നത് ആകപ്പാട് 6000 കോടി ജനത്തിന് താമസിക്കാനുള്ള ഭൂമിയാണ് കണ്ടിരിക്കുന്നത്. അപ്പം അതിലൊരാളാണ് നമ്മൾ. പുതിയ ആകാശം, പുതിയ ഭൂമിയും ഈ ഭൂമിയിൽ കർത്താവ് വരുത്തുമ്പോൾ അതിൽ താമസിക്കാൻ വളരെ ബന്ധപ്പെട്ടുകൊണ്ട് ഓടുകയാണ്. എത്രത്തോളം വിശുദ്ധിയോടുകൂടെ വേർപാടോടെ ദൈവ കൽപ്പന പ്രകാരം ജീവിക്കാൻ ബന്ധപ്പെടുന്നു, അവനെ ചേർക്കാൻ കർത്താവ് മധ്യാകാശത്തിൽ വെളിപ്പെടും നിശ്ചയം. അതുകൊണ്ടാണ് ഞാൻ ഷീറ്റിട്ട് വീട് വെച്ചിരിക്കുന്നത്. സ്വത്രം. ബാങ്ക് ബാലൻസ് എപ്പോഴും empty ആയിക്കൊണ്ടിരിക്കുന്നു. സ്വത്രം, സ്വത്രം. നമുക്ക് പ്രത്യാശയൊന്നുമില്ല. രാത്രി വന്ന് ജോൺസൺ വരാമെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വ്യവസ്ഥയേ ഉള്ളൂ: ആശുപത്രി കടത്തരുത്, അവിടെ ട്രിപ്പ് ഇടരുത്, ഇഞ്ചക്ഷനൊന്നും വയ്ക്കാൻ അനുവദിക്കരുത്. ഇന്ന് രാത്രി വിളിച്ചാലും ഞാൻ തയ്യാറ്. സ്വത്രം. നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു പ്രത്യാശയുണ്ടോ? നിങ്ങളുടെ ഉള്ളിലൊരു പ്രത്യാശയുണ്ടോ? ഇന്ന് ഉപവാസ പ്രാർത്ഥനയിൽ വളരെ ശക്തമായി പറയാം. ഞാൻ ഇവിടെ എനിക്ക് 2-3 പകലിൽ ഞാൻ പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: നിങ്ങൾ നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങളിൽ കൊള്ളിരാത്ത പ്രവൃത്തി ഉണ്ടെന്ന് വരികിൽ ക്രിസ്തു ഇല്ലെങ്കിൽ ക്രിസ്തു നിങ്ങളിലുണ്ട്. സ്തോത്രം. അതിനൊരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, വചനപ്രകാരം പറഞ്ഞു. വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറിമുറിക്കും. ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിനെങ്കിൽ തിരിഞ്ഞു വരുവിൻ. കാരണം എപ്പോഴും വേണമെങ്കിലും ഞാനിന്ന് പറഞ്ഞതുപോലെ സാത്താന്റെ ശക്തി വർദ്ധിക്കുക. കാരണം എന്താ? യേശുക്രിസ്തുവിനെ ക്രൂശിച്ച സ്ഥലമാണ് സിറിയ. ഇന്ന് അവിടെ ഭീകരന്മാരുടെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞു. ലോകത്തിൽ പിശാചിന്റെ ആധിപത്യം തെളിയുന്നതിന്റെ കാര്യം തീവ്രവാദികളെ പോലെയുള്ള പൈശാചിക വ്യക്തികൾ ഈ ലോകത്തെ ഭരിക്കുവാൻ അവിടങ്ങളിൽ ഭരണം പിടിച്ചെടുക്കുകയാണ്. ഇത് പിടിച്ചെടുക്കും. ഓർത്തോണം, ഈ ലോകം നശിക്കാൻ പോകുന്നുണ്ട്. ഇതാ മണവാളനായ ക്രിസ്തു സഭയെ ചേർക്കാൻ വരുന്നുണ്ട്.
സ്തോത്രം. ഇനി ഈ ജീവിതയാത്രയിൽ എന്തെങ്കിലുമൊക്കെ തന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? സന്തോഷമായി സ്വീകരിക്കാം. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് ദൈവദാസനിൽ കൂടെ കേട്ട്. നിങ്ങളിത് കേൾക്കുമ്പോൾ ഇന്ന് രാത്രി നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഞാൻ ഒരു മണവാട്ടിയാണ്, ഞാനൊരു കാന്തയാണ്, ഞാൻ ക്രിസ്തുവിനാൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന ഒരു മണവാട്ടിയാണോ? ഇന്ന് രാത്രി എൻ്റെ കർത്താവ് വന്ന് എന്നെ സ്വീകരിക്കുവാൻ തക്കവണ്ണം, എസ്തർ രാജ്ഞിയെ പോലെ എന്നെ സ്വീകരിക്കുവാൻ തക്കണം. ഞാൻ അകത്തെ മനുഷ്യനൊരു ഒരുക്കത്തോടുകൂടെ പാപത്തെ ത്യജിച്ചു, തിന്മയെ ത്യജിച്ചു, ദോഷത്തെ ത്യജിച്ചുകൊണ്ട്, ലോകത്തെ ത്യജിച്ചുകൊണ്ട്, ദൈവം പറഞ്ഞതിനെല്ലാം ത്യജിച്ചുകൊണ്ട് നിങ്ങൾ സഞ്ചരിക്കുന്നു എന്ന് ഇന്ന് രാത്രി നിങ്ങളെ തന്നെ പരിശോധിക്കും. ഇല്ലെങ്കിൽ ഈ രാത്രി നമുക്കൊരു മടങ്ങി വരാണ്. കാരണം നാളെ പ്രഭാതത്തിൽ നമുക്ക് ഭൂമിയിലുണ്ടെന്ന്, കർത്താവിന്റെ വരവ് താമസമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഇന്ന് രാത്രിയും കർത്താവ് വരാം. അവൻ ഏത് നാഴികയിൽ വരുന്നില്ല എന്നറിയുന്നത് കൊണ്ട് അവൻ കള്ളനെ പോലെ വരും. സ്വത്രം. വളരെ ശക്തമായ വചനമാണ് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടത്. വളരെ ശക്തമായി നമുക്ക് ഏറ്റവും കിട്ടുന്ന ഒരു കാറിനെ കുറിച്ചോ, ഒരു വീടിനെ കുറിച്ചോ, ഒരു ജോലിയെ കുറിച്ചോ, അല്ലെങ്കിൽ ഒരു വാഗ്ദത്ത കൃപാവരങ്ങളെക്കാൾ ഉപരി ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ സഭയാകുന്ന നമ്മെ കർത്താവ് ഇന്ന് രാത്രി ഒരുക്കുന്നു. ഇതിനകത്തിരിക്കുന്ന ഒരു വ്യക്തി പോലും നരകത്തിൽ പോകരുതെന്ന് പരിശുദ്ധൻ ആഗ്രഹിക്കുന്നു. പറയുന്ന കാന്തയെ, കാന്തയെ, നീ ഒരുങ്ങിക്കോ. നീ കാന്തയെ ഒരുങ്ങുമ്പം നിന്റെ ഭർത്താവ് കാന്തയാകും, നിന്റെ മക്കള് കാന്തയാകും, നിന്റെ കൊച്ചുമക്കൾ കാന്തയാകും. നിങ്ങൾ കാന്തയായി ഒരുങ്ങാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങളെ കണ്ടിട്ട് അവർ പറയും, എൻ്റെ അമ്മാമ്മ ഇങ്ങനെയാണല്ലോ, എൻ്റെ അപ്പാപ്പൻ ഇങ്ങനെയാണല്ലോ, എൻ്റെ അച്ഛൻ ഇങ്ങനെയാണല്ലോ, എൻ്റെ അമ്മ ഇങ്ങനെയാണല്ലോ, എൻ്റെ ചേട്ടൻ ഇങ്ങനെയാണല്ലോ. ഇങ്ങനെ പറഞ്ഞ് അവർ കാന്തയായി ഒരുങ്ങാതെ അവരും നിങ്ങളും ഒരുപോലെ തള്ളപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരുങ്ങിയ കാന്ത മറ്റുള്ളവർ കാണും, വ്യത്യാസമുണ്ടല്ലോ, സംതിങ് ഈസ് സ്പെഷ്യൽ, എന്തോ ഒരു മാറ്റം. പള്ളിയിൽ പോയതുകൊണ്ട് എന്തോ മാറ്റമാണ്, യേശുവിനെ ധരിച്ചിരിക്കുന്നതുകൊണ്ട് എന്തോ മാറ്റമാണ്. സംസാരത്തിന് മാറ്റം, പ്രവൃത്തികൾക്ക് മാറ്റം, നടപ്പിന് മാറ്റം, ചിന്തകൾക്ക് മാറ്റം, നടപ്പിനും പ്രവൃത്തികൾക്കും ചിന്തകൾക്കും നടപ്പിനും ഒക്കെ മാറ്റം വരുന്നെങ്കിൽ അനേകര് ശ്രദ്ധിക്കും, നമ്മളെപ്പോലെയല്ല. അവിടെ കേട്ടതുപോലെ ഒരു രാജ്ഞിയല്ല ഒരുങ്ങിയിരുന്നു, ഒരുപാട് പെൺകുട്ടികൾ ഒരുങ്ങി. ആരെങ്കിലും ഒരാൾക്ക് സെലക്ഷൻ കിട്ടാൻ. ഞാൻ പറഞ്ഞ ഒരുപാട് സഭകൾ പല സ്ഥലത്തും കാണും, പല പാസ്റ്റർമാരും നടത്തുന്ന സഭകൾ കാണും. പക്ഷെ നമ്മുടെ ലക്ഷ്യം, ഞാൻ കാന്തയായി ഒരുങ്ങുന്നുണ്ടോ? നിങ്ങൾ കാന്തയായി മണവാളന്റെ മണിനാദം കേൾക്കുമ്പോൾ ആ ശബ്ദം കേൾക്കുവാൻ തക്കണം ഒരുങ്ങിയിരിക്കുന്ന ഒരു കാന്തയാണെന്ന് ഇന്ന് രാത്രി നിങ്ങൾ പരിശോധിച്ചിട്ട് ഇവിടെ വിട്ട് പോകാവൂ. ഇവിടെ എത്ര വലിയ മാളിക മുറിയിൽ താമസിച്ചാൽ സ്വത്രം, നമ്മുടെ ഈ മനുഷ്യ ശരീരം 6 അടി മണ്ണിന്റെ ജന്മി ക്രിസ്തുവിൽ മരിച്ച വലിയ നിത്യ രാജ്യത്തിന്റെ അവകാശിയാണ്. സ്തോത്രം. മനസ്സിലാക്കുക, നമുക്കിവിടെ 6 അടി മണ്ണ് കിട്ടിയാലും നമ്മുടെ അകത്തൊരു ഒരുക്കമുണ്ടെങ്കിൽ, ഒരു കാന്തയായി ജീവിച്ചാൽ നമുക്ക് ഇവിടത്തെ വലിയ ധനവാന്മാർക്ക് ലഭിക്കാത്ത ഒരു സൗഭാഗ്യം നിനക്ക് വേണ്ടി നിത്യതയിൽ ഒരുക്കി വെച്ചിരിക്കും. അതിനെക്കുറിച്ച് വർണ്ണിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചുവരുകളൊക്കെ രത്നക്കല്ലുകൾ പതിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നടന്നു പോകുന്ന തറ സ്വർണം കൊണ്ടാണ്, തങ്കങ്ങളും വജ്രക്കല്ലുകളും രത്നക്കല്ലുകളും കൊണ്ട് പതിപ്പിച്ചിരിക്കുന്ന ഒരു റൂമിനകത്ത് വസിക്കാൻ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുമ്പോൾ, ഇവിടത്തെ വീടിന് വേണ്ടി കർത്താവിനെ നീ ഒറ്റിക്കളയരുത്. ഇവിടത്തെ ഒരു നന്മയ്ക്ക് വേണ്ടി നീ ദൈവത്തെ തള്ളിപ്പറയരുത്. ഇവിടത്തെ ഒരു വിഷയത്തിന് വേണ്ടി നീ ദൈവത്തെ മറന്നു കളയരുത്. ദൈവ കുഞ്ഞെ, ഇവിടത്തെ ശാശ്വതമല്ല, ഇത് പൊളിയാത്തൊരു ഭവനം, കൈപ്പണിയായി ദൈവം പണിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഭവനം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, കൂട്ടുകാരെ, മക്കളെ, ഇന്ന് രാത്രി നമ്മെ പരിശുദ്ധാത്മാവ് വളരെ ചിന്തിക്കുക. നാം ഇന്ന് മരിച്ച നിത്യമായ സ്വർഗത്തിൽ പോകാൻ ഞാൻ ഇന്ന് റൈറ്റായിട്ട് സ്നാനപ്പെടുന്നതുകൊണ്ടല്ല, പൂഷിക്കുന്നുകൊണ്ടല്ല, പ്രാർത്ഥിക്കുന്നുകൊണ്ടല്ല, ആരാധന കൊടുത്തത് കൊണ്ടല്ല, അന്യഭാഷ പറഞ്ഞത് കൊണ്ടല്ല, ഞാൻ എൻ്റെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുന്നു.
ഈ ലോകത്ത് വരുന്ന വസ്ത്രം ഒരു മനുഷ്യൻ അലക്കുന്നത് പോലെ ഞാൻ എൻ്റെ ജീവിതത്തെ ഓരോ ദിവസം അലക്കിക്കൊണ്ട് പ്രത്യാശയുള്ള മണവാളനെ കാത്തിരിക്കുന്നു എന്ന് നിങ്ങൾ പരിശോധിക്കണം. എല്ലാ കണ്ണുകളും അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവേ, ഞങ്ങൾ ഈ ദിവസങ്ങളിൽ 36 ദിവസങ്ങളായി പ്രാർത്ഥനകളും വചനങ്ങളും കേൾക്കും. എന്നാൽ ഇതുവരെ ആരും പറഞ്ഞില്ല ഞങ്ങളുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നം, ഞങ്ങൾ മണവാട്ടിയായി കാന്തയായി ഒരുങ്ങുവാൻ സമയമായത്. ലോക സംഭവങ്ങൾ അങ്ങയുടെ വരവിൻ്റെ ലക്ഷണങ്ങൾ വിളിച്ചു പറയുമ്പോൾ വാസ്തവമായിട്ട് നല്ലൊരു ഭാര്യയായി, നല്ലൊരു ഭർത്താവായി, നല്ലൊരു കടമ ചെയ്തുകൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ പരിശുദ്ധാത്മ ഞങ്ങളെ ഇടയാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കുഞ്ഞുംഭാഷ ഒന്ന് കാണാനുണ്ട്. ഒരു 2 മിനിറ്റ് പ്രൈസ് പ്രാർത്ഥിച്ചിട്ട് പോ. കണ്ണുകളടച്ച് ദൈവത്തോട് പ്രാർത്ഥന. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവ്, ഇന്ന് രാത്രി ഞങ്ങളോട് കേൾപ്പിച്ചിരിക്കുന്ന നല്ല വചനങ്ങൾക്കായി സ്തോത്രം. വചനം കേട്ട് ആരെങ്കിലും എണ്ണയില്ലാത്ത അവസ്ഥയിലിരിക്കുന്നെങ്കിൽ, വിളക്ക് പുകയുന്നെങ്കിൽ, കർത്താവ് മാലിന്യപ്പെട്ട ഏതെങ്കിലും അവസ്ഥയിൽ വീണ് കിടക്കുന്നെങ്കിൽ, ഞങ്ങളൊന്ന് മണവാളന് യോഗ്യമായി, മണവാളന് പ്രിയം തോന്നുന്ന, മണവാളന് ഇഷ്ടം തോന്നുന്ന, മണവാളന് ആകർഷണം തോന്നുന്ന ഒരു കാന്തിയായി തീരുവാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടവരുത്തിയിരിക്കുന്ന കൃപയ്ക്ക് സ്തോത്രം. കടന്നു വന്ന എല്ലാവരും അതിനുവേണ്ടി ഒരുക്കപ്പെടുവാൻ ദൈവാത്മാവ് സഹായിക്കും. തിരുവചനം പറഞ്ഞ ഞങ്ങളുടെ ദാസനായി, കുടുംബത്തിനായി, അവിടെ തലമുറകൾക്കായി, അവിടെ സഭയ്ക്കായി പ്രാർത്ഥിക്കും. അവരെ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവ്. ഈ സുവിശേഷം കേൾക്കുമ്പോൾ ഇതുവരെ കാന്തയായി ഒരുങ്ങാത്തവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരും ഒരുപോലെ ദൈവരാജ്യം സ്ഥാപിതമാക്കുമ്പോൾ അവിടെ കാണുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഞങ്ങളുടെ ഒരമ്മച്ചി സുഖമില്ലാതെ ആശുപത്രിയിൽ കൊണ്ടുപോയി വളരെ സമാധാനത്തോടുകൂടെ മാതാവിനെ ദൈവം അയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കെട്ടിക്കാശ്രം നാളത്തെ ആരാധനയുടെ മേലും ദൈവസാന്നിധ്യം കൂടെ ഇരിക്കും. എല്ലാ മക്കത്തും ദൈവത്തിന് സമർപ്പിക്കുന്നു. ഉപേക്ഷിക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് ബലപ്പെടുത്തണം. ആരും ഇനി ക്ഷീണിതരായി പോകാൻ ദൈവം അനുവദിക്കല്. എല്ലാവരും ക്രൂശിന്റെ മറവിൽ മറയ്ക്കും. മകത്വം തിരുമേനെടുക്കും. പ്രാർത്ഥന കെട്ടിക്കാശ്രം സ്ഥലം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.